ഗുഡ് ഈവനിങ് വൺസ് അഗൈൻ എല്ലാവർക്കും സ്വാഗതം. പതിപോലെ കഴിഞ്ഞ 2 ആഴ്ചകളുടെ തുടർച്ചയായിട്ട് നോ യുവർ ബേബി, നമ്മുടെ കുഞ്ഞിനെ അറിയാൻ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. കാരണം ഏറ്റവും കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് എത്രമാത്രം പവർഫുള്ളായി മുന്നോട്ട് പോകാനുള്ള സക്സസ്ഫുൾ ലൈഫിലേക്ക് പോകാൻ പറ്റുമോ അതാണ് ഏറ്റവും സേഫായിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും അതിന് സാധിക്കാതെ വരുന്ന ചില സാഹചര്യങ്ങൾ അത് തീരെ കുട്ടിക്കാലം മുതലേ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വിജയരാമൻ സാറിൻ്റെ ഈ ദൗത്യം അത് കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറുന്നു. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വിജയരാമൻ സാറിനെയും. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബ് സാർ. ഓക്കെ, അപ്പോ നമ്മൾ ഈ സബ്ജക്റ്റില് രണ്ടാമത്തെ ക്ലാസ്, ഇനി നമ്മളിപ്പോ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നീങ്ങുകയാണ്. അപ്പോ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഇതിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സാങ്കേതിക പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അപ്പോ അതില് എങ്കിൽ കൂടിയിട്ട് അതിലൊരു പ്രതികരണത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. കുഞ്ഞിനെ അറിയാൻ എന്നുള്ള നമ്മുടെ സബ്ജക്റ്റ്, നോ യുവർ ബേബി എന്നുള്ള സബ്ജക്റ്റ്. അങ്ങനെ വരുന്ന സമയത്ത് അമ്മയെ കൂടി അറിയണം എന്നൊരു പ്രതികരണം കേൾക്കുന്നവരിൽ നിന്നുണ്ടായിരുന്നു. വളരെ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അത്. അപ്പോ അതിനെ ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ 2 കഥകളല്ല, ഒരു 2 യഥാർത്ഥ പരീക്ഷണങ്ങൾ ആണ് ഞാൻ പറഞ്ഞത്. അതൊന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ആദ്യത്തെ പരീക്ഷണം എന്ന് പറഞ്ഞത് 1930-40 കാലഘട്ടത്തില് ജീവിച്ചിരുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ, റേനെ സ്പിറ്റ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 2 തരത്തിലുള്ള കുട്ടികളെ പഠിച്ചു, പ്രസവിച്ച അന്ന് മുതൽ 6 വയസ്സ് വരെ. ആദ്യത്തെ തരത്തിലുള്ള കുട്ടികൾ അനാഥാലയത്തിൽ വളരുന്ന കുട്ടികളായിരുന്നു. 8 തൊട്ടിലിന് ഒരായ എന്ന രീതിയിൽ അനാഥാലയത്തിൽ അവർ വളരുന്നു. അവർക്ക് എല്ലാവിധ പോഷക ആഹാരങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തു. ഭൗതിക സാഹചര്യം ഏറ്റവും നന്നായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്, അത് ഉറപ്പുവരുത്തി. പക്ഷെ അമ്മയുടെ പരിചരണം ഇല്ല. അങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ. പിന്നെ ജയിലമ്മമാരുടെ കുട്ടികൾ. എന്താ വ്യത്യാസം? അവിടെ പരിമിതമായ സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങളേ ഉള്ളൂ, പക്ഷെ അമ്മയുടെ പരിചരണമുണ്ട്. ഈ 2 കുട്ടികളെയും അദ്ദേഹം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയൊരു സത്യം മനസ്സിലായി. അതിനു മുന്നേ ഇത് അറിവില്ലായിരുന്നു. അതായത് ജയിലിൽ വളരുന്ന ജയിലമ്മമാരുടെ കുട്ടികൾ വളരെ നന്നായി വളരുന്നെന്നും അവരുടെ ആരോഗ്യം മറ്റേ കുട്ടികളെക്കാൾ മെച്ചപ്പെട്ടതാണെന്നും, അത് മാത്രമല്ല അവരുടെ മരണ നിരക്കും കുറഞ്ഞിരിക്കുന്നു, മോർട്ടാലിറ്റി റേറ്റും കുറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. എന്താണ് അതിൽ നിന്ന് കിട്ടിയ ശാസ്ത്ര സത്യം? കുഞ്ഞുങ്ങൾക്ക് ജീവൻ നിലനിർത്താനായി തന്നെ, കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ തന്നെ അമ്മയുടെ പരിചരണം ആവശ്യമാണ്, സ്നേഹലാളനങ്ങൾ ആവശ്യമാണ്. ഇതില്ലെങ്കിൽ ജീവൻ പോലും, സ്പർശനമില്ലെങ്കിൽ, അമ്മയുടെ സ്പർശനമില്ലെങ്കിൽ ജീവൻ പോലും നിലനിന്ന് വരുന്നില്ല എന്ന് തെളിവോടുകൂടി കണ്ടെത്താൻ ആ പരീക്ഷണം സാധിച്ചു. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പരീക്ഷണമാണ് അറ്റാച്ച്മെന്റ് തിയറി. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു അടുപ്പം, അതിലാണ് എല്ലാം കിടക്കുന്നത്. അപ്പൊ എന്നോട് പ്രതികരിച്ച ആ അമ്മയോട് പറഞ്ഞ 2 കഥകളാണ് ഞാൻ, രണ്ടാമത്തെ കഥയാണ് ഞാൻ പറയുന്നത്. ഒന്നുകൂടി, അറ്റാച്ച്മെന്റ് തിയറി, അതായത് അമ്മയും കുഞ്ഞുങ്ങളുടെ അടുപ്പത്തെ കൂടി പഠിച്ചിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞൻ, ഹാരി ഹാർലോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം റീസസ് കുരങ്ങുകളെ വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തി, 2 കുഞ്ഞുങ്ങളെ വേർപെടുത്തിയിട്ട് അവർക്ക് 2 നിർജീവമായ അമ്മമാരെ കൊടുത്തു. ഒരു നിർജീവമായ പോറ്റമ്മയെ ഉണ്ടാക്കിയത്
സ്പോഞ്ചും തുണിയും വെച്ചിട്ടായിരുന്നു. അതായത് നല്ല മിനുസമുള്ള ശരീരമുള്ള ഒരു പോറ്റമ്മ. മറ്റൊരു പോറ്റമ്മ കമ്പി കൊണ്ടാണ് ഉണ്ടാക്കിയത്. കമ്പി കൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കി. അത്ര മിനുസും നല്ല മർദ്ദമൊന്നും ഇല്ലാത്ത ഒരു പോറ്റമ്മയാണ്. പക്ഷെ ഭക്ഷണവും പാലും സുഭിക്ഷമായി കൊടുത്തത് ഈ മരം കൊണ്ടും അതുപോലെ തന്നെ കമ്പി കൊണ്ടും ഉണ്ടാക്കിയുള്ള പോറ്റമ്മയുടെ അടുത്ത് മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ എന്തായിരുന്നു വെച്ചാല്, ഈ റീസസ് കുഞ്ഞിക്കുരങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യരോട് വളരെയധികം സാമ്യമുള്ള ഒരു ജീവിയാണ്. അപ്പോ ഈ കുഞ്ഞുങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം മറ്റേ അമ്മയുടെ അടുത്തോട്ട് പോകും, മറ്റേ പോറ്റമ്മ അടുത്തേക്ക് പോകും. അതായത് മരം കൊണ്ടും കമ്പി കൊണ്ടും ഉണ്ടാക്കിയ പോറ്റമ്മയുടെ അടുത്തിട്ട് പോകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, പാല് കുടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഈ നിർജീവമാണെങ്കിൽ പോലും മിനുസമുള്ള ശരീരമുള്ള, അതായത് സോഫ്റ്റ് ടച്ച് ഉള്ള അമ്മയുടെ അടുത്താണ് കണ്ടിന്യൂസ് സമയം ചെലവഴിച്ചത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആരെങ്കിലും ഒന്ന് പറയാമോ? ഈ ഹാരി ഹാർലോ എന്നുള്ള ആ ശാസ്ത്രജ്ഞൻ അറ്റാച്ച്മെന്റ് തിയറി എന്നൊരു തിയറി ഉണ്ട്. അതായത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ആണ് ആ മനുഷ്യന്റെ മുഴുനീള ജീവിതത്തിനുള്ള അടിസ്ഥാനം. അത് ചെറുപ്പം മുതലേ തുടങ്ങുന്ന ഈ അറ്റാച്ച്മെന്റ് ആണ്. അതാ ഞാൻ പറഞ്ഞു, ആനിയമ്മ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് ബോണ്ടിങ്. അതുപോലെ തന്നെ അവര് രണ്ടാമതൊരു സബ്ജക്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവര് എന്താണ് നർച്ചറിങ് പാരന്റ്ഹുഡ്, ആ സബ്ജക്ട് ഉണ്ട്. അതിൽ രണ്ടാമത് പറഞ്ഞു ഇമോഷണൽ റെഗുലേഷൻ, വൈകാരിക നിയന്ത്രണം. പിന്നെ സെക്യൂർ അറ്റാച്ച്മെന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സുരക്ഷിത അടുപ്പ കരാർ എന്നൊക്കെ മലയാളത്തിൽ പറയാം. ഈ തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം വളരെ നന്നായി മുന്നോട്ട് പോകും. ഇത് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം മോശമായിരിക്കും. പക്ഷെ ഇത് തുടങ്ങി വെക്കുന്നത് ജനിച്ച നവജാത ശിശുവിന്റെ ജനിച്ച അന്ന് മുതൽ ഇത് തുടങ്ങി വെക്കുന്നുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഞാനിപ്പോ എടുക്കുന്ന ക്ലാസ് 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പാരന്റിങ്, അതുപോലെ ശിശു പരിചരണം, ചൈൽഡ് കെയർ, ഈ 2 കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ കാര്യത്തില് സെക്യൂർ അറ്റാച്ച്മെന്റ് ബോണ്ടിങ് ഉണ്ടാകുകയാണെങ്കിൽ, അതായത് നല്ലൊരടുപ്പം കുഞ്ഞും അമ്മയും തമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ, ആ മനുഷ്യന്റെ ജീവിതം പിന്നെ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായി. അല്ലെങ്കിൽ അത് ദുരിത നിറച്ചതായി. എങ്ങനെയാണ് ഈ തരത്തിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം സുരക്ഷിതമാകുന്നത്? അപ്പൊ നേരത്തെ ആ പരീക്ഷണത്തിലേക്ക് എന്നെ ആരെങ്കിലും ഒന്ന് പ്രതികരിക്കാവോ? എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഹാരി ഹാർലോ നടത്തിയ പരീക്ഷണം, അതായത് ഭക്ഷണം കിട്ടില്ല എന്ന് ഉറപ്പാണ്, എന്നിട്ടും കുരങ്ങു കുഞ്ഞുങ്ങള് മിനുസമുള്ള അമ്മയുടെ മാർത്തടത്തിലേക്ക്, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ചുറ്റും, അമ്മയുടെ ചുറ്റും അല്ലെങ്കിൽ അമ്മയോട് തൊട്ടും കൊണ്ട് ഇരുന്നു. അതിന് കാരണം എന്തായിരിക്കും? ഒന്ന് പ്രതികരിക്കാമോ? എന്റെ ക്ലാസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മെറ്റേണൽ അറ്റാച്ച്മെന്റ്. മെറ്റേണൽ അറ്റാച്ച്മെന്റ് 2 ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ. ഭക്ഷണം ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഭക്ഷണം കിട്ടുന്നില്ലല്ലോ. ടച്ചാണ്, ടച്ച്, സെൻസിറ്റീവ് ടച്ച്. മാതൃത്വ സ്പർശം, മാതൃസ്പർശം തോന്നുന്നത് സോഫ്റ്റിലാണ്. മാതൃസ്പർശം കിട്ടും. മാതൃസ്പർശം എന്ന് പറഞ്ഞാൽ എന്താ? അതൊന്ന് വ്യക്തമാവും. മാതൃസ്പർശം മറ്റേത് മരക്കഷ്ണങ്ങളും ഇരുമ്പും ഒക്കെ അല്ലേ, കുഞ്ഞുങ്ങൾക്ക് ഫീലിംഗിലായിരിക്കും. അമ്മയുടെ സ്പർശം മുഴുവൻ മിനുസമുള്ളതാണ്, അങ്ങനെയൊക്കെയാണെന്ന് മാം ഉദ്ദേശിക്കുന്നത്. മാതൃസ്പർശം എന്ന് പറയുന്നത്
ജന്മനാലങ്ങനെ സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെയല്ലേ. ലാളന ഒരു കാരണമാണ് സർ. ലാളന കിട്ടുന്നിടത്തേക്കാണ് കുഞ്ഞുങ്ങൾ പോകുക എന്നാണോ? അതാണോ അതിന്റെ അർത്ഥം? അതെ അതാണ് പറഞ്ഞതല്ലേ സാറ്? അതെ. ആരെങ്കിലും പ്രതികരിക്കുമോ? എന്തുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ആ അമ്മയുടെ അടുത്തേക്ക് പോയത്? അവിടെ ഭക്ഷണം കിട്ടില്ലെന്നറിയാം, പാല് കിട്ടില്ലെന്നറിയാം, എന്നാലും ഈ അമ്മയുടെ അടുത്താണ് കുഞ്ഞുങ്ങൾ പോയത്. കാരണം എന്താണ്? വാത്സല്യം അവർക്ക് ഫീൽ ചെയ്യുകയായിരിക്കും. ആദ്യത്തെ വാത്സല്യം. അതൊരു നല്ല ഉത്തരവാണ്. വാത്സല്യത്തിന്റെ പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? വാത്സല്യം വേണം കുഞ്ഞുങ്ങൾക്ക് അല്ലെ? അതെ, മാതൃവാത്സല്യം ഫീൽ ചെയ്യുമായിരിക്കും എന്ന് തോന്നുന്നു. വാത്സല്യം തേടിയാണ് പോയത് അല്ലെ? അതെ അതല്ലേ മാം പറഞ്ഞത്? പിന്നെ വേറെ അതെ. എന്തെങ്കിലും? പ്ലഷർ വേണം. പ്രഷറോ സാർ? പ്ലഷർ, സുഖം. പ്ലഷർ, സുഖം തേടിയാണ്. സുഖം തേടി നമ്മുടെ ചെറുപ്പത്തിൽ സേഫ്റ്റി വരുമോ? സേഫ്റ്റി, കുറച്ചും കൂടി സേഫ്റ്റി. എന്തിന്റെ സേഫ്റ്റി? അതൊരു നല്ല ഉത്തരാണ്. മാം പറഞ്ഞ ആദ്യത്തെ ഉത്തരം വളരെ നല്ല ഉത്തരാണ്. ഇതിപ്പോ പകുതിയായിട്ടുള്ളൂ. സേഫ്റ്റി. എന്തിന്റെ സുരക്ഷയാണ് തേടിയത് കുഞ്ഞ് തേടിയത്? എന്തിന്റെ സുരക്ഷയാണ്? സോഫ്റ്റ് ടച്ച്. അത് സംഭവിച്ചു. വാത്സല്യം. സോഫ്റ്റ് ടച്ചിന് നമുക്ക് വാത്സല്യം എന്നൊക്കെ എടുക്കാം അല്ലെ? ഊഷ്മള, അതുപോലെ മിനുസമുള്ള സ്പർശനം, ഇതൊക്കെ വാത്സല്യം അല്ലേ? നമ്മൾ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ ചീത്ത പറയാൻ അടിക്കുക, അതൊക്കെ അല്ലേ? അത് വാത്സല്യം അല്ലല്ലോ. വാത്സല്യം എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, സോഫ്റ്റ് ടച്ച് അല്ലെ, മയത്തിൽ സംസാരിക്കുന്നു, ഇതൊക്കെയാണ്. അത് ആവശ്യമാണ് കുഞ്ഞുങ്ങൾക്ക് അല്ലെ? അതാണ് അവർ തേടുന്നത്. പിന്നെ രണ്ടാമത്തെ, സുരക്ഷ തേടുന്നു എന്ന് മാം പറഞ്ഞു. എന്ത് സുരക്ഷ തേടുന്നത്? ജീവന്റെ സുരക്ഷിതത്വം വരാം. ജീവന്റെ സുരക്ഷ. ഒരു മിനിറ്റ്, ഏത് മാമാ പറഞ്ഞത്? ഇപ്പൊ ജീവന്റെ സുരക്ഷ ശ്രീകുമാരി മാം. ഈ ജീവന്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെയുള്ള കുഞ്ഞല്ലേ? വല്ലതും അറിയോ? അറിഞ്ഞൂടാ, പക്ഷെ അത് ഈ ദൈവികത്വമായിട്ട് മനസ്സിൽ തോന്നുന്നല്ലോ. ഈശ്വര സൃഷ്ടിയല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോ നിഷ്കളങ്കരാണല്ലോ. അല്ല മാം, അതല്ലല്ലോ പറഞ്ഞത്. ദൈവികത്വം അല്ലല്ലോ, മിനുസം അത് അല്ലെ, ടച്ച്, വാത്സല്യമാണ് തേടി പോകുന്നു പറയുന്നു. വാത്സല്യം എന്ന് പറഞ്ഞു, ടച്ച് എന്ന് പറഞ്ഞു. മാതൃവാത്സല്യം കൊണ്ടാണ് സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുമ്പോ മാതൃവാത്സല്യം. അത് നമ്മൾ എഗ്രി ചെയ്തു. അതിപ്പോ എല്ലാവരും എഗ്രി ചെയ്തു. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, സുരക്ഷ തേടി പോകുന്നു. അത് മാം തന്നെയല്ലേ പറഞ്ഞത് സുരക്ഷ തേടി പോവുകയാണെന്ന്? ഞാൻ ചോദിച്ചത് എന്ത് സുരക്ഷയാണ് ആ ജനിച്ച അപ്പത്തൊട്ടി കുഞ്ഞ് തേടി പോകുന്നത്? ജീവന്റെ സംരക്ഷണം ലഭിക്കുന്നു. സംരക്ഷണത്തിനുള്ള ബുദ്ധിയൊന്നും അതിലില്ലല്ലോ. നമ്മൾ പറഞ്ഞ റിഫ്ലക്സുകൾ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക് അല്ലെ? ബുദ്ധി അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ ഒരു അത് ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട് ഇക്കാര്യത്തെ കുറിച്ച്? സുരക്ഷ തേടിയാണ് പോകുന്നത്. എന്ത് സുരക്ഷ തേടിയിട്ടാ പോകുന്നത്? ആ മനസ്സ്, നമ്മളിപ്പോ എമ്പതറ്റിക് എന്നൊക്കെ പറയില്ലേ? ഈ മറ്റുള്ളവരുടെ എമ്പതി കാണിക്കണം അല്ലെ? അത് അവരോടൊപ്പം നിൽക്കണം, കുഞ്ഞിനോടൊപ്പം നിൽക്കുന്ന ചിന്തിച്ചു നോക്കൂ. കുഞ്ഞിന്റെയോടൊപ്പം നിന്നിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ജനിച്ചു വീണ കുഞ്ഞിന് എന്ത് സുരക്ഷയായിരിക്കാം കുഞ്ഞിന്റെ? അതാണ് ചോദ്യം. സുരക്ഷ തേടുന്നത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഏത് തരത്തിൽ അതിന് അറിയില്ല. അതിന് ഒന്നും കാര്യങ്ങൾ അറിയുന്നത് റിഫ്ലക്സുകൾ മാത്രമേ അതിലുള്ളൂ. എങ്കിൽ കൂടിയിട്ട് നമ്മൾ പഠിച്ചു അല്ലെ? ആദ്യത്തെ എന്റെ അടുത്ത് റോയ് സാറ് ചോദിച്ചു, ആദ്യം പറഞ്ഞ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അത് എന്തിനാ റിപ്പീറ്റ് ചെയ്തതൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്തതിന്റെ ഉദ്ദേശം ഇതായിരുന്നു. നമുക്കറിയാം, ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഈ ക്ലാസ്സിൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പോ എന്ത് സുരക്ഷയായിരിക്കും ജനിച്ച വീണ കുഞ്ഞിന്റെ ഒരു കാര്യം എടുത്തു നോക്കുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തത് എന്താ ചെയ്തത്? 16 മണിക്കൂർ കുഞ്ഞിന് ഉറങ്ങണം, ശരിയല്ലേ? അല്ല, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അല്ലേ?
മിനിമം 16 മാക്സിമം 16 മണിക്കൂർ കുഞ്ഞ് ഉറങ്ങണം. മിനിമം 9 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം, കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്, അല്ലേ? പിന്നെ ഈ ഉറക്കം 16 മണിക്കൂറും കണ്ടിന്യൂസ് ആണോ കുഞ്ഞിന്റെ? ശ്രീകുമാരി മാം, തുടർച്ചയായിട്ട് ഉറങ്ങില്ലല്ലോ അല്ല കുഞ്ഞ്? എപ്പോഴെപ്പോ കുഞ്ഞ് ഉണരും? ഭക്ഷണം വിശക്കുമ്പോൾ. എത്ര മണിക്കൂറൊക്കെ ആവുമ്പോ 2 ഉണരും? hours 2 hours 2 hours. മാമിന് വല്ലതും പറയണ്ട ശ്രീകുമാരി മാമിന്? 2 മണിക്കൂറിന്റെ ഉള്ളിൽ ഉണരോ? മാം മ്യൂട്ട് ചെയ്യൂ, മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്തില്ല. പറയൂ. 2 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങും. ആ, 2 മണിക്കൂറൊന്നുമല്ല, കൂടുതൽ സമയം ഉറങ്ങും. ചിലപ്പോ എത്ര ചില മണിക്കൂർ? കുട്ടികളെ നമ്മൾ ഉണർത്തി പാല് കൊടുക്കും, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ബ്രെയിനിനെ ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതെ അതെ അതെ, അതാണ്, അത് പരിപൂർണ്ണ സത്യമാണ്. പക്ഷെ എത്ര മണിക്കൂർ കുഞ്ഞ് ഉറങ്ങും? കണ്ടിന്യൂസ് ആയിട്ടാണ് സാർ ഉദ്ദേശിക്കുന്നത്? അതെ, 16 മണിക്കൂർ മാക്സിമം ഉറങ്ങും. 16 മണിക്കൂർ 9 എന്തായാലും ഉറങ്ങില്ല, ഒരു 4 മണിക്കൂറൊക്കെ ഏകദേശം 4 മണിക്കൂർ ഉറങ്ങും. രാത്രി ഫുള്ളായിട്ട് ഉറങ്ങുന്ന കുട്ടികളുണ്ട്. രാത്രി ഫുള്ളായിട്ട് ഉറങ്ങുന്ന കുട്ടികളുണ്ട്. വീണ കുട്ടികളില്ല അങ്ങനെ. ജനിച്ചുള്ള കുട്ടികൾ അങ്ങനെ ഇല്ല, ഒരിക്കലും ജനിച്ച ഇല്ല. ഉടനെ അല്ല. അതാ പറയുന്നത്, ജനിച്ച ഉടനെ. പിന്നെ ഈ നമ്മൾ വരുന്നുണ്ട് അതിലേക്ക് മാം. ഞാൻ ജനിച്ചു വീണ കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജനിച്ചു വീണ കുട്ടി 16 മണിക്കൂർ ഉറങ്ങും മാക്സിമം. അതില് 3 മണിക്കൂർ കഴിഞ്ഞാൽ ഉണരും, ഏകദേശം അറൌണ്ട് 3 hours കഴിഞ്ഞാൽ ഉണരും എല്ലാ കുഞ്ഞുങ്ങളും. അപ്പൊ ഉണർന്നു കഴിഞ്ഞാൽ കരയും, അല്ലെ? അതെ. ഈ കരയുന്നത് എന്തുകൊണ്ടാണ്? എന്തൊക്കെ കാരണം? ഒന്ന്, വിശപ്പുണ്ട്. 2, ഈ അമ്മയുടെ ഗർഭപാത്രത്തില് യാതൊരു ഇതും ഇല്ലാണ്ട് കിടന്ന കൊച്ചു പുറത്തേക്ക് വരുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില പ്രൊട്ടക്ഷൻസും മറ്റുമൊക്കെ കിട്ടണം കുട്ടിക്ക്. അത് അമ്മയിൽ നിന്ന് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, അത് വേറെ കാര്യം. പക്ഷേ ആ ഒരു ചൂടും അതുപോലെയുള്ള ഒരു സംരക്ഷണവും എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അമ്മയുടെ ഒരു ലാളനവും സാമീപ്യവും വേണം. സാറ് പറയുന്നത് ആ ഭൗതിക സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കുഞ്ഞ് തേടുന്നത് അമ്മേനെ. അതെ. അങ്ങനെയാണെങ്കിൽ ആ അമ്മേനെ ഇഷ്ടപ്പെടുമായിരുന്നല്ലോ പറയുന്നത്. അല്ല, അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ലേ അങ്ങോട്ട് പോണേ. ഭക്ഷണം കഴിക്കാനല്ലേ അങ്ങോട്ട് പോണേ. അതെ, അത് ഭൗതിക ആവശ്യമുള്ളതാവും, ഭൗതിക ആവശ്യമാണ്. അപ്പൊ അതെ, അത് മാത്രല്ലല്ലോ സാറേ, അങ്ങനെയല്ല വരുന്നത്. ശരിക്ക് ഇപ്പോ ഞാൻ ചോദിച്ച ഇതിലോട്ട് പോകാം നമുക്ക്. 16 മണിക്കൂർ ഉറങ്ങുന്ന കുഞ്ഞ് 3 മണിക്കൂർ എഴുത്ത് കരയുന്നു. ആ കരച്ചില് ഒരു കാര്യം വിശന്നിട്ടാണ്, അല്ലെ? രണ്ടാമത്തെ കാര്യം എന്താണ്? 3 കാര്യങ്ങൾ കൊണ്ടാണ് കരയുന്നത് ഞാൻ പറയുന്നു. രണ്ടാമത്തെ മൂത്രം ഒഴിക്കണം. അതെ, അതിന് ഞാൻ ആവശ്യമാണ്. ചൂട് കുറവ്, കൂടുതൽ. ഇത് രണ്ടും കുഞ്ഞിനെ കരയിപ്പിക്കും. ചൂട്, ടെമ്പറേച്ചർ കൂടുന്നു കുറയുന്നു, ബാഹ്യ ടെമ്പറേച്ചർ. അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ തണുപ്പാവും ശരീരത്തിന്, അല്ലെ? പിന്നെ മൂന്നാമതൊരു കാര്യമുണ്ട്, വേദനിച്ചാൽ കരയും. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള വേദനിച്ചാൽ കരയും. അതുപോലെ തന്നെ ചൂടിന്റെ വ്യത്യാസത്തിൽ, ടെമ്പറേച്ചർ വ്യത്യാസത്തിൽ കരയും. പിന്നീട് വിശന്നാൽ കരയും, അല്ലെ? അപ്പൊ പേടിച്ചാൽ കരയും. എന്താ സാറേ ഞെട്ടിക്കരയും. ഞാൻ ഇവിടെ നിൽക്കട്ടെ കേട്ടോ സാറിന്റെ. ഞാൻ സാറിലോട്ടും ശ്രീകുമാരി മാമിലോട്ടും വരാം. ഞെട്ടിക്കരയുന്ന പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു, അതിലേക്ക് ഞാൻ വരാം. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇതൊന്ന് തീർത്തോട്ടെ. ഈ 3 കാര്യത്തിനാണ് കുഞ്ഞ് കരയുന്നത്. ഈ 3 കാര്യം അഡ്രസ് ചെയ്താൽ മാത്രമേ കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കൂ, ശരിയല്ലേ? ഇത് ചെയ്യേണ്ടത് ആരാണ്? ഇത് ചെയ്യുന്നത് അമ്മയായിരിക്കുമല്ലോ, അല്ലെ? ഈ ജനിച്ചു വീണ കുഞ്ഞിന് മുലപ്പാലാണുള്ളത്, അല്ലാതെ മറ്റൊന്നും ഇല്ല.
ഇല്ലേ? വിശപ്പ് തീർക്കണമെങ്കിൽ പെറ്റമ്മ തന്നെ വേണ്ടേ? അല്ലെങ്കിൽ ഫോർമുല ഉണ്ടാക്കിയിട്ട് കുഞ്ഞിന് കൊടുക്കണം. ദ്രവ പദാർത്ഥങ്ങളല്ലേ പ്രസവിച്ച നവജാത ശിശുവിന് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ വിശപ്പില്ല. പിന്നെ ഈ ടെമ്പറേച്ചർ വ്യത്യാസം ഇത് മാറ്റാൻ നമുക്ക് മാറ്റി കഴിഞ്ഞാല് വിശപ്പ് തീർന്നാൽ മാത്രമേ വീണ്ടും ഉറങ്ങുള്ളൂ കുഞ്ഞു, അല്ലേ? അങ്ങനെയാണ് വരുന്നത്. അപ്പൊ വിശപ്പ് തീർക്കുന്നുണ്ട്. അതെ. ഇപ്പൊ അതിനോടൊപ്പം ഈ നമ്മൾ വിശപ്പ് തീർന്നു അതുപോലെ ഈ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞു കിടന്നുറങ്ങും. അപ്പൊ ആ ഭാഗം അവിടെ ക്ലിയർ ആയി. ഈ കുഞ്ഞ് കരയുമ്പോ അത് അറിയിക്കുന്നുണ്ട് അതിന്റെ അസന്തോഷം. കുഞ്ഞ് എന്തൊക്കെ വൈകാരിക കാര്യങ്ങളാണ് നമ്മളെ അറിയിക്കുന്നത്? 2 കാര്യമാണ്: സന്തോഷം, സന്തോഷമില്ലായ്മയും. സന്തോഷമില്ലായ്മ വരുമ്പോ കരഞ്ഞറിയിക്കും. സന്തോഷമുള്ള സമയത്ത് ജനിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ നല്ല സാഹചര്യത്തില് ചിരിക്കും, നല്ല മുഖഭാവം കാണിക്കും, നല്ല ശരിയല്ലേ? ഉറക്കത്തിൽ മാത്രമല്ലല്ലോ, അല്ലാതെ നമ്മളിപ്പോ നല്ലൊരു പോസിറ്റീവായുള്ള സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചിരിക്കും, നല്ല മുഖഭാവം കാണിക്കും. അപ്പോ സന്തോഷവും അസന്തോഷവും നവജാത ശിശുവിന്റെ ആ സമയം തൊട്ട് തന്നെ കുഞ്ഞു പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ അസന്തോഷം പ്രകടിപ്പിച്ച അവസ്ഥയിൽ അതിനെ സന്തോഷത്തിലാക്കുന്നതിന് ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം അതിന് മനസ്സിലാവുന്നുണ്ട്. ജനിച്ചു വീണ കുഞ്ഞിന് തന്നെ ടച്ച് അറിയും, വേദന, അതുപോലെ മണം തിരിച്ചറിയാൻ കഴിയും. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ ഊർജ്ജസ്വലതയുണ്ട് അതിന്, കുഞ്ഞിന്. അപ്പോ ഈ അസന്തോഷം മാറ്റുന്ന ഒരു സാഹചര്യത്തിനെ അത് അനുകൂലിക്കുന്നുണ്ട്. മറ്റൊന്നിനും ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടുന്ന കരഞ്ഞറിയിച്ചിട്ട് ആകെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അന്തരീക്ഷത്തിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കില്ല. കുഞ്ഞു കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വോയിസ് ഇതിൽ തന്നെ ഭയങ്കര ഫ്രീക്വൻസി ഉള്ള കരച്ചിലാണ്. ആർക്കും അത് കേട്ട് അത് നിൽക്കാൻ പറ്റില്ല. അത് അങ്ങനെ. അപ്പൊ ആ രീതിയിൽ നമ്മളായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് കുഞ്ഞു. അപ്പോ തേടുന്നത് വൈകാരിക സുരക്ഷയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രീകുമാരൻ പറഞ്ഞു സുരക്ഷയാണ് തേടുന്നത്. പക്ഷെ കുഞ്ഞ് തേടുന്നത് വൈകാരിക സുരക്ഷയാണ്. എഗ്രി ചെയ്യുന്നു മാം? ഓക്കെ സർ, താങ്ക് യു. കറക്റ്റ്. അതെ. അതായത് ഈ അസന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലെത്തേണ്ട ഒരു അവസ്ഥ, ഒരു സുരക്ഷ, അത് അതിനറിയാം. ഇങ്ങനെ അതാണ് ആ വാത്സല്യത്തിനും വൈകാരിക സുരക്ഷയുമാണ് ഒരു കുഞ്ഞ് തേടുന്നത്. അത് കിട്ടുന്നത് അതിന്റെ അമ്മയിൽ നിന്ന് മാത്രമാണ്. പിന്നെ നേരത്തെ ആദ്യം പറഞ്ഞ പരീക്ഷണത്തില് അമ്മയുടെ തന്നെ ടച്ച്, സ്പർശനം ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ കുഞ്ഞിനെ ജീവൻ പോലും നിലനിർത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ആദ്യം കണ്ടെത്തിയത്. അതാണ് കണ്ടെത്തിയത്. അതൊരു വലിയ കണ്ടെത്തലാണ്. വലിയൊരു 1930-40 കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടെത്തിയത്. അതിന്റെ മുന്നേ ആരും കണ്ടെത്തിയിട്ടില്ലായിരുന്നു അങ്ങനെ. അപ്പൊ അത്രത്തോളം പ്രധാനമാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 കഥകളിലേക്ക് വന്നത്. ഇനി ഈ റോയ് സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോ ഈ കുറച്ചുകൂടി പറഞ്ഞോട്ടെ ആ കാര്യത്തില്. ഇപ്പൊ ഈ വൈകാരിക സുരക്ഷ തേടുന്ന ഒരു കുഞ്ഞ് അത് നൽകുന്നവരായിട്ട് ഒരടുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ഇല്ലേ? അല്ലാത്തവരെ അത് ഇഷ്ടപ്പെടുന്നില്ല. ഇനിയിപ്പോ അതിന്റെ വൈകാരിക സുരക്ഷ നൽകിയ മനുഷ്യനോട്, സാഹചര്യത്തോട് മാത്രമേ അത് പുഞ്ചിരിക്കുള്ളൂ, അല്ലെ? അതാണ് അറ്റാച്ച്മെന്റിന്റെ തുടക്കം. ആദ്യഘട്ട അറ്റാച്ച്മെന്റിന്റെ തുടക്കം അതാണ്. ആദ്യഘട്ട അറ്റാച്ച്മെന്റ് അത് അപ്പൊ അറിയില്ല. ഇന്ന ആളാണിത്, അമ്മയാണ്, എന്റെ അമ്മയാണിത് എന്ന് പോലും അറിയില്ല. ഇൻറ്റ്യൂഷൻ വഴി അറിയുമായിരിക്കും, പക്ഷെ അതല്ലല്ലോ അറിവ്. ഇത് ഞാൻ ആ വ്യക്തി കുഞ്ഞാണെന്നും കുഞ്ഞിനതിന്റെ വ്യത്യസ്ത ശരീരമാണ്, അതൊക്കെ അറിയാം. ജനിച്ചതുപോലെ തന്നെ അതുപോലെ വ്യത്യസ്ത മനുഷ്യരെ അവരൊക്കെ അറിയാം. പക്ഷെ എന്റെ അമ്മയാണിത് എന്ന് ജനിച്ചു വരുന്ന കുഞ്ഞ് അറിയുന്നേ ഇല്ലല്ലോ. അത് സാമൂഹ്യ സോഷ്യൽ സ്മൈല്
വരണമെങ്കിൽ തന്നെ 2 മാസം 2.5 മാസത്തെ അതെ 2 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ് 2 ആഴ്ച 2.5 മാസം കറക്റ്റ് ആവണം. സോഷ്യൽ സ്മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരാളെ കണ്ടിട്ട് അയാളോട് ചിരിക്കുക, അയാളെ മനസ്സിലാക്കിയിട്ട് അയാളോട് ചിരിക്കുക. അതിന്റെ മുന്നേ കുഞ്ഞ് ചിരിക്കുന്നുണ്ട്. ആ കുഞ്ഞ് ചിരിക്കുന്നത് അതിന്റെ അസന്തോഷം മാറ്റിയ സാഹചര്യത്തോടാണ്. അപ്പൊ അങ്ങനെ അറ്റാച്ച്മെന്റിന്റെ ഒരു ആദ്യ ഘട്ടം വരുന്നുണ്ട്. ഇനി ഞാൻ സാറിലോട്ട് വരാം. സാറ് പറഞ്ഞ പോലെ കുഞ്ഞിന്റെ റിഫ്ലക്സ് മനസ്സിലാക്കിയുള്ള അമ്മയുടെ പ്രതികരണമാണ് കുട്ടി ഇഷ്ടപ്പെടുന്നത്. റിഫ്ലക്സ് മനസ്സിലാക്കിയിട്ടല്ല സാർ, റിഫ്ലക്സ് അല്ലല്ലോ. ഈ കൊച്ചു വൈകാരിക കിടന്ന് റെസ്റ്റ് ആവുമ്പോൾ കിടന്ന് അനങ്ങുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് ഒതുക്കി പിടിക്കുമല്ലോ അമ്മ. അതുപോലെ തന്നെ ഇപ്പൊ മൂത്രമൊഴിക്കുകയോ നനവൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ കുട്ടി മാറും. അപ്പൊ അത് മാറ്റി കൊടുക്കും അമ്മ. അപ്പൊ അതുപോലെ കുട്ടിയുടെ ഇറിറ്റേഷൻ, അതായത് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി കൊടുക്കുന്നു. കൊച്ചു കരയാൻ തുടങ്ങുന്നത് കരയാതിരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം തന്നെ ഒരു വൈകാരികമായ അറ്റാച്ച്മെന്റ് ഉണ്ടാവാനുള്ള ഒരു പ്രാഥമിക ഭാഗമായിട്ട് വരുന്നുണ്ട്. ആദ്യഘട്ടം. അതെ, ഈ അടുപ്പത്തിന്റെ ആദ്യഘട്ടം അവിടെ തുടങ്ങും. ഓക്കെ. പറഞ്ഞോളൂ സാർ, സാറ് പറഞ്ഞോളൂ. ഇനി അവിടുന്ന് വൈകാരികമായ അറ്റാച്ച്മെന്റ് തുടങ്ങുന്നത് അങ്ങനെയല്ലേ അമ്മയുമായിട്ട്? അതെ അതെ, ഇമോഷണൽ റെഗുലേഷൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. മാം പറഞ്ഞില്ലേ ഇമോഷണൽ റെഗുലേഷൻ എന്നൊക്കെ പറഞ്ഞു. ഇവിടുന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. സന്തോഷവും അസന്തോഷവും കുഞ്ഞിന് അറിയാം, കുഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കല്ല ഫീലിംഗ് ഉണ്ടല്ലോ മനസ്സിൽ. 2 ഫീലിംഗ് ഉണ്ട് കുഞ്ഞിന്. ഒന്ന് സന്തോഷം, മറ്റൊന്ന് അസന്തോഷം. ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഫീലിങ്സും വേറെ വികാരങ്ങളും. വികാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. മനസ്സിന്റെ അകത്തുള്ള ഭയം, ദേഷ്യം, സന്തോഷം, അല്ലെ, ഡിസ്പ്ലഷർ, ഇതൊക്കെ പുറമേക്ക് പ്രകടിപ്പിക്കുന്ന രീതിയാണ് വികാരങ്ങൾ. ഈ 2 തരത്തിൽ വികാര പ്രകടനം കുഞ്ഞ് ജനിച്ച അന്ന് മുതലേ ഉണ്ട്. അതിനോട് നന്നായി പ്രതികരിക്കുന്നവരുടെ ആ കുഞ്ഞുങ്ങള് ചിരിക്കും, നല്ല പെരുമാറ്റം കാണിക്കും, അല്ലെ? പിന്നെ അല്ലെങ്കിലോ രോഹിത് സാർ, ഇപ്പൊ കുഞ്ഞിന് 3 കാര്യങ്ങൾ കൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. ഒന്ന് വിശന്നിട്ട്, പിന്നൊന്ന് ടെമ്പറേച്ചർ വ്യത്യാസം, ചുറ്റുമുള്ള ടെമ്പറേച്ചർ വ്യത്യാസം, മൂന്നാമത്തത് വേദനിച്ചിട്ട്, എന്തെങ്കിലും രോഗം കൊണ്ട്, എന്തെങ്കിലും കാരണം കൊണ്ട് വേദനിച്ചിട്ട്. ഈ 3 കാര്യം കൊണ്ടാണ് കുഞ്ഞു കരയുന്നത്. ഇതിന് അസന്തോഷം അതിൽ ഫീൽ ചെയ്യുന്നു. അപ്പൊ കരച്ചിൽ വഴി അത് പുറത്തേക്ക് അതിനതേ അറിയുള്ളൂ. കരയാൻ അറിയാം, അതുപോലെ സന്തോഷം പ്രകടിപ്പിക്കാനും അറിയാം. ചിരിച്ചുകൊണ്ടും നല്ല മുഖഭാവത്തിലും സന്തോഷം പ്രകടിപ്പിക്കാനും കുഞ്ഞിനറിയാം. ഈ അസന്തോഷമുള്ള സമയത്ത് ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ റോഹിത് സാർ? അല്ലെങ്കിൽ ആരെങ്കിലും പ്രതികരിക്കും? കരയും, കുറെ കരയും, അല്ലെ? അതെ. അപ്പോ ഞാൻ ചോദിച്ചത് അതല്ല. കുഞ്ഞ് കരയുമായിരിക്കും. കുഞ്ഞും അമ്മയും തമ്മിലുള്ള, അല്ലെ, അല്ലെങ്കിൽ കുഞ്ഞും പരിചാരകരും തമ്മിലുള്ള ആ ബന്ധം അപ്പം എന്തായിരിക്കും? കുഞ്ഞു കരയുമ്പോ അതിന് വിശന്നിട്ടാണ്. കുഞ്ഞു കരയുമ്പോ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ പറ്റില്ലെങ്കിൽ അമ്മയുടെ മനസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ടാകും. അമ്മയുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവും. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ അമ്മ ചെയ്യുന്നു, അമ്മ വിചാരിക്കണം എന്ന് വെച്ചോ, അമ്മയ്ക്ക് ബേബി ബ്ലൂസ് കഴിഞ്ഞിട്ടൊക്കെ അതും മാറിയില്ല, പ്രശ്നമായി. എന്നിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായി. അതിന്റെ ബോധമൊക്കെ പോയി. അതിന്റെ ബോധം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര, അറിയാലോ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഡ് സ്വിങ്സ്, ദുഃഖം, ദേഷ്യം, അതുപോലെ പല അങ്ങനെ അതിന്റെ ആകെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെ? പല്ല് തേക്കാൻ കൂടി മറന്നു പോയെന്നിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അമ്മ കിടക്കുന്നത്. അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നില്ല, കുഞ്ഞിന് ഡയപ്പർ മാറ്റുന്നില്ല. അപ്പോ ആ ബന്ധത്തിന്റെ, അടുപ്പത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ചോദ്യം. അമ്മയുമായിട്ടുള്ള അടുപ്പം കുറയും സാർ. അമ്മയുമായിട്ടുള്ള കുട്ടിയുടെ അടുപ്പം കുറഞ്ഞു വരും. ഓക്കെ, കുറഞ്ഞു വരും, അല്ലെ?
അപ്പോ എന്താണ് അപ്പൊ കുഞ്ഞ് എന്നെ ഒരു സുരക്ഷിത അടിത്തറ കുഞ്ഞ് തേടുന്നുണ്ട്. ആ സുരക്ഷിത അടിത്തറ ഇല്ലാതെയാവും. എത്രത്തോളം ഈ സുരക്ഷിത അടിത്തറ, അതായത് ഞാൻ കരയുന്ന സമയത്ത് എന്നെ അഡ്രസ് ചെയ്യാൻ, അല്ലെ എൻ്റെ അസന്തോഷ സമയത്ത് എന്നെ സന്തോഷിപ്പിക്കാൻ ഒരു ആളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കേതമുണ്ട് എന്ന് കുഞ്ഞിന് മനസ്സിലായാൽ ആ കുഞ്ഞിൽ ഒരു സുരക്ഷിത അടിത്തറ ഡെവലപ്പ് ചെയ്യും. ആ സുരക്ഷിത അടിത്തറയുടെ ആ അടുപ്പം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഈ അടുപ്പം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഇല്ലാത്ത അവസ്ഥയില്, ഈ അടുപ്പം ഇല്ലാത്ത അവസ്ഥയിൽ സുരക്ഷിത അടിത്തറ ഡെവലപ്പ് ചെയ്യില്ല. ഈ സുരക്ഷിത അടിത്തറയാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഇതാണ് കുഞ്ഞ് വളരുമ്പോ ഡെവലപ്പ് ചെയ്തു വരുന്നത്. എത്ര വളർന്നാലും മനുഷ്യര് ഈ സുരക്ഷിത അടിത്തറയിൽ തന്നെ നിലനിൽക്കുന്നത്. അതാ സത്യം. ഈ സുരക്ഷിത അടിത്തറ നമുക്ക് കുറച്ചും കൂടി വളർന്ന കുഞ്ഞുങ്ങളായ ടോഡ്ലർ ഒക്കെ ആയുള്ള കുഞ്ഞുങ്ങളായാലും അമ്മയുടെ ഒരു വൃത്തത്തിന്റെ അപ്പുറത്തുനിന്ന് പോവില്ല കുട്ടികള്. അതാണ് ഈ സുരക്ഷിത അടിത്തറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് തന്നെ ഈ സുരക്ഷിത അടിത്തറ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് അങ്ങനെ വരുമ്പോഴാണ് ആ കുഞ്ഞ് ആത്മവിശ്വാസത്തോടു കൂടി ചുറ്റുമുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുള്ളൂ. അതായത് ഞാൻ കുഞ്ഞിന്റെ കരച്ചിലിന്റെ ഒരു മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. കുഞ്ഞ് കരയുമ്പോ ഇന്ന കാര്യത്തിനാണ് കരയുന്നത് എന്ന് ആ കരച്ചിൽ വഴി അറിയാൻ പറഞ്ഞു. അതെ, അതാണ് ആ സുരക്ഷിത അടിത്തറ ഡെവലപ്പ് ചെയ്ത അമ്മയുടെ സംസാരം. ആ റിലേഷൻഷിപ്പ്, ആ അടുപ്പം, അങ്ങനെ അമ്മയും കുഞ്ഞും തമ്മിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ സുരക്ഷിത അടിത്തറ അവിടെ ഉണ്ടാവുക. ഇതിലാണ് ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് ബോണ്ടിങ് എന്ന ഏറ്റവും നല്ല ബോണ്ടിങ്, മനുഷ്യര് തമ്മിലുള്ള ഏറ്റവും നല്ല ബന്ധം. ഇത് ഡെവലപ്പ് ചെയ്തിട്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള നല്ല ബന്ധം, അതും ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് ബോണ്ടിങ് തന്നെയാണ്. ഇവിടെ തന്നെയാണ് പക്ഷെ അത് തുടങ്ങുന്നത് എന്നുള്ള മനസ്സിലാക്കണം. ഇവിടുന്നാണ് അതിന്റെ ആദ്യ പ്രാരംഭ ഘട്ടം ഇവിടെയാണ് വരുന്നത്. അതിന്ന് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അവിടെ ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പോ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നേരത്തെ റോയ് സാറിലോട്ട് ഞാൻ വീണ്ടും വരട്ടെ. റോയ് സാർ പറഞ്ഞത് എന്തിനാണ് ഈ പഴയ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ച്, അതിന്റെ കാരണം ഇതാണ് റോയ് സാർ. ഇത് മനസ്സിലാക്കിയില്ലേ? അപ്പോ ഞാൻ നേരത്തെ ഉള്ള ഘട്ടങ്ങൾ വളരെ ഈ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ പറ്റില്ല, കുഞ്ഞിനെ അറിയാനും പറ്റില്ല. അപ്പോ ഇത്തരത്തിലുള്ള ഒരു അടുപ്പം പരിചാരകരും അമ്മ എന്നുള്ള മാറ്റാക്കുക. അപ്പൊ ഞാനൊരു ഡിപ്രഷന്റെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. അമ്മയുടെ ഒക്കെ അതൊക്കെ ഉള്ള അമ്മ അങ്ങനെയുള്ള അമ്മമാരില്ലേ? അപ്പൊ അതിന് പക്ഷെ ഒരു പരിചാരിക ഉണ്ടായാൽ മതിയല്ലോ അല്ലെ? നല്ലൊരു പരിചാരിക അമ്മേനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരും കുഞ്ഞിന്റെ. അതും കൂടി ഇല്ലാത്ത അവസ്ഥയില് കരയുന്ന സമയത്ത് കുഞ്ഞിനെ കേൾക്കുന്നില്ല, ആരുമില്ല കേൾക്കാൻ, ഭക്ഷണം നന്നായിട്ട് കൊടുക്കുന്നില്ല, ഈ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ മിനുസമുള്ള സ്പർശനം അല്ലെങ്കിൽ വാത്സല്യം അല്ലെ, ഇത് നൽകുന്നില്ല. പൊന്നു വിലയല്ല, പൊന്നിനേക്കാളിലും വിലയുള്ള ഒരു കാര്യം മനുഷ്യനെ, അതാരും നൽകുന്നില്ല എങ്കില് എങ്ങനെയുള്ള അടുപ്പമാണ് കുഞ്ഞും അമ്മയും തമ്മിലുണ്ടാവുക? അല്ലെങ്കിൽ എന്ന് ഏകദേശം അറിയാവോ? ഇത് വേറെയും പലതരത്തിലുള്ള അടുപ്പങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിന് നിർവചിച്ചിട്ടുണ്ട്. അതാണ് അറ്റാച്ച്മെന്റ് തിയറി. അത് വേറെയും പലതരത്തിലുള്ള, അതായത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതെല്ലാം മോശമായുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പക്ഷെ തുടങ്ങി വെക്കുന്നതാണ്. അതായത് ഉത്കണ്ഠാകുലമായിട്ടുള്ള എൻസൈറ്റി ബോണ്ടിങ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ വേറെയും രണ്ട് മൂന്ന് കാര്യം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല.
പക്ഷേ ഈ നന്നായിട്ട് പരിചരിച്ചാൽ മാത്രമേ നല്ല അടുപ്പം അമ്മയും കുഞ്ഞും സുരക്ഷിതമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാവുള്ളൂ. ഈ വൈകാരിക സുരക്ഷയാണ് ആ കുഞ്ഞ് തേടുന്നത്. അപ്പൊ റീസസ് കുരങ്ങുകളുടെ കാര്യം പറഞ്ഞത് വൈകാരിക സുരക്ഷ തന്നെയാണ് തേടുന്നത്. ഇനി ഞാൻ സാബു സാറിലേക്ക് കിടക്കട്ടെ. ഈ കുഞ്ഞ് ഞെട്ടിക്കരയുന്നത്, ജനിച്ച ഉടനെ കുഞ്ഞ് ഞെട്ടിക്കരയുന്നത് അതൊരു റിഫ്ലക്സ് ആണ്. മോറോ റിഫ്ലക്സ് എന്നാണ് ഇതിന് പറയാ. അത് ഭയന്നിട്ടല്ല, അതൊരിക്കലും ഭയന്നിട്ടില്ല. ഭയം എന്നുള്ള വികാരം ജനിച്ച ഉടനെ കുഞ്ഞിന് ഇല്ല. ഈ റിഫ്ലക്സുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ മാത്രമേ നമുക്ക് കുഞ്ഞിന്റെ വികസനം മനസ്സിലാവുള്ളൂ. കുഞ്ഞിനെ അറിയാൻ പറ്റുള്ളൂ. ഞാൻ അതിലേക്ക്, അതാണ് റോയ് സാർ, ഞാൻ ഈ റിഫ്ലക്സുകൾക്ക് വളരെയധികം പ്രാധാന്യം. കുഞ്ഞ് ഞെട്ടിക്കരയുന്നത് ഒരിക്കലും ഭയന്നിട്ടല്ല, അത് റിഫ്ലക്സ് കൊണ്ടാണ്, അത് ജന്മനായുള്ള സിദ്ധി കൊണ്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഭയന്നിട്ടാണെന്ന് നമ്മൾ കരുതുമ്പോൾ കുഞ്ഞിനെ നമ്മൾ അറിയുന്നില്ല, അതാണ് സത്യം. റോയ് സാർ, ഇതാണ് ഞാൻ വീണ്ടും റിഫ്ലക്സിലോട്ട് വന്നത്. ഞാൻ അതുപോലെ തന്നെ ക്ലിയർ ആയി റോയ് സാറിന്? ഞാനത് വിശദീകരിക്കട്ടെ റോയ് സാർ? അങ്ങനെ വിശദീകരിച്ച് ഞാൻ മുന്നോട്ട് പോകാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ കാര്യത്തിന്, ആ സുരക്ഷിതമായ അടിത്തറയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. വൈകാരിക സുരക്ഷയാണ് കുഞ്ഞ് തേടുന്നതെന്ന് ഞാൻ പറഞ്ഞു. ശ്രീകുമാരി മാം പറഞ്ഞു സുരക്ഷ തേടുന്നുണ്ട്. ആ തേടുന്ന സുരക്ഷ വൈകാരിക സുരക്ഷയാണ്. തന്റെ അസന്തോഷം, തന്റെ ദുരിതം. ഒരു കുഞ്ഞ് കരയുന്ന ദുരിതം കൊണ്ടാണ്, ഡിസ്ട്രെസ്. അതിന് ഡിസ്ട്രെസ് അനുഭവിക്കാണ്, അത് ദുരിതം അനുഭവിക്കാണ്. ആ ദുരിതം അതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. ഈ ഞെട്ടിക്കരയുന്ന കാര്യമല്ല പറയുന്നത് കേട്ടോ, സാധാരണ കരച്ചില്. അത് ഇതുകൊണ്ടാണ്. അപ്പോ അതിന് ആ അസന്തോഷവും സന്തോഷവും കുഞ്ഞ് പ്രകടിപ്പിക്കുന്നുണ്ട്. വൈകാരികത, ആ വൈകാരികത, രണ്ട് വൈകാരികത ആണ് നവജാത ശിശു പ്രകടിപ്പിക്കുന്നത്. അപ്പോ ഈ അസന്തോഷം ഇല്ലാതാക്കുന്ന ആൾക്കാർ, പരിചാരകൻ ആര് വേണ്ടി ആയിക്കോട്ടെ, അവരോടൊരു അടുപ്പവും കുഞ്ഞ് പ്രകടിപ്പിക്കും തുടക്കം മുതലേ. ഈ അടുപ്പം ഒരു സുരക്ഷിത അടിത്തറയായിട്ട് കുഞ്ഞിന് മാറുന്നു. ആ സുരക്ഷിത അടിത്തറ കുഞ്ഞ് വളരും തോറും വികസിച്ച് മുന്നോട്ട് പോകും. കുഞ്ഞ്, ഞാൻ പറഞ്ഞതിന്റെ സാരാംശമാണ്, അതായത് കുഞ്ഞിന് ഈ കരഞ്ഞപ്പോ, താൻ ദുരിതം അനുഭവിച്ചപ്പോ ആ ദുരിതം തീർത്തു തരാൻ ആരുമില്ലാത്തൊരവസ്ഥ വരുമ്പോ ഈ അടിത്തറ സുരക്ഷിത അടിത്തറയായിരിക്കില്ല, വേറെ തരത്തിലായിരിക്കും. അപ്പോ വേറെ തരത്തിലുള്ള അറ്റാച്ച്മെന്റ് ആണ്, മോശം അറ്റാച്ച്മെന്റുകളാണ് കുഞ്ഞും പരിചാരകരും ആയിട്ടുണ്ടാവുന്നത്. കുഞ്ഞും അമ്മയായിട്ടോ ആരച്ചവരായിട്ടുണ്ടാവുന്നത്. ഇത് തന്നെയാണ്, അതേ രീതിയിൽ തന്നെയാണ് വീണ്ടും വികസിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ തന്നെയാണ് ആ കുഞ്ഞിന്റെ ജീവിതത്തില് ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനമുള്ളത്. നേരെ മറിച്ച് സുരക്ഷിതമായ അടിത്തറയോട് കൂടി വളരുന്ന ഒരു കുഞ്ഞാണെങ്കിൽ എന്തൊക്കെ വിഷമം ഉണ്ടായാലും അതിന് അതിന്റെ മനസ്സിന്, ആ മനുഷ്യന്റെ മനസ്സിന്, അങ്ങനെ വളർന്നൊരു കുഞ്ഞ് മനുഷ്യനായി തീരുമ്പോ ആ മനുഷ്യന്റെ മനസ്സിന് ഈ സുരക്ഷിതമായ അടിത്തറയിലേക്ക് പോകാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ പ്രതികരണം മറിച്ചായിരിക്കും, മോശമായിട്ടുള്ള രീതിയിലായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി റോയ് സാർ, ഞാൻ ഇതിലേക്ക് പോട്ടെ, ഷെയറിങ്ങിലോട്ട് പോട്ടെ. കുറെ സമയം ഞാൻ എടുത്തു, എങ്കിൽ കൂടിയിട്ടും ഞാൻ ആ റിഫ്ലക്സിന്റെ കാര്യം കൂടി പറഞ്ഞാലാണ് ക്ലാരിറ്റി വരുള്ളൂ. ഓക്കെ, സോറി. ഓക്കെ, ഇതല്ല.
സോറി. ക്ലിയർ ആണോ? കാണുന്നുണ്ടോ എന്റെ സ്ലൈഡ്? ഉണ്ടോ? കാണാം കാണാം. യെസ് യെസ്. ആണല്ലേ. ഇപ്പോ ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു, വീണ്ടും അതിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ ആ റിഫ്ലക്സിലേക്ക് മാത്രം പോവുകയാണ്. അപ്പൊ റിഫ്ലക്സ് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത്. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് റിഫ്ലക്സുകൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആദ്യം റിഫ്ലക്സുകളാണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. ഇതൊക്കെയാണ് ഉള്ളത് റിഫ്ലക്സുകൾ. സ്റ്റെപ്പിംഗ് റിഫ്ലക്സ്, റൂട്ടിംഗ് റിഫ്ലക്സ്, പാൽമഗ്രാഫ്. മോറോ റിഫ്ലക്സിന്റെ കാര്യമാണ് റോയ് സാറും സാബു സാറും പറഞ്ഞത്. മോറോ റിഫ്ലക്സ്. ഓക്കെ. ഇനി ജനിച്ച വീഴുമ്പോൾ തന്നെ ചില സിദ്ധികളുണ്ട് കുട്ടികൾക്ക്. അതിനെയാണ് നമ്മൾ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതിനൊക്കെ ഓരോ പർപ്പസ് ഉണ്ട്. അതില് ഇവരെല്ലാം ഇപ്പോൾ വായിൽ വെച്ച് അതെല്ലാം നിശ്ചയിച്ച കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും അതിലോട്ട് പോകുന്നില്ല. താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളുടെ വീഡിയോ നോക്കാവുന്നുള്ളൂ. ഇനി ഈ റിഫ്ലക്സിന്റെ കാര്യം, മോറോ റിഫ്ലക്സ്, ഇതിനെ കുറിച്ചാണ് ഇപ്പോ റോയ് സാറും അതുപോലെ സാബു സാറും പറഞ്ഞത്. ഈ മോറോ റിഫ്ലക്സ് എന്താണ്? മോറോ റിഫ്ലക്സ് ഒരു വലിയ ശബ്ദം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ചലനം, ഇതൊക്കെ ഉണ്ടായാല് കുഞ്ഞ് ഞെട്ടും. ജനിച്ച ഉടനെയുള്ള കുഞ്ഞിന്റെ സ്വഭാവമാണ് അത്. കൈകാൽ വിളർത്തിയിട്ട് എറിഞ്ഞിട്ട് ഉറക്കെ കരയും, എന്നിട്ട് കാലുകൾ വലിക്കുകയും ചെയ്യും. ഇതാണ് മോറോ റിഫ്ലക്സ്. ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് മുതിർന്ന ആളുകൾ, ഒരു കുഞ്ഞിന്റെ, അതാണ് പറഞ്ഞത്, ഒരു കുഞ്ഞിന്റെ അടുത്ത് ഒരിക്കലും ഒച്ചയിടരുതെന്ന് പറയുന്നു. അപ്പം ഒച്ചയിട്ട് കഴിഞ്ഞാൽ അത് ഡിസ്ട്രെസ്സിലാവുണ്ട് സംഭവിക്കും. ഡിസ്ട്രെസ്സിലാവുന്നുണ്ട്, അസന്തോഷം എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഭയന്നിട്ടല്ല എന്നാ ഞാൻ പറഞ്ഞത് കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. തീ കത്തുന്ന ശബ്ദം, പാമ്പ് ചീറ്റുന്ന ശബ്ദം, ഇതൊക്കെ എന്താണ്? ജനറ്റിക് ആയിട്ട് പണ്ട് ഒരു തുറന്ന കാട്ടിലൊക്കെ അല്ലേ ജീവിച്ചിരുന്നവള്, ഗുഹയിൽ, അതിലൊക്കെ. അപ്പൊ അവിടെ ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ളത്, അപകടമുള്ള സാഹചര്യം, അതിപ്പോഴും ജനറ്റിക് ആയിട്ട് കുഞ്ഞിന്റെ മനസ്സിൽ കിടക്കാണ്. അതിന്റെ ഒരു റിഫ്ലക്സ് ആണ് ഇത് വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് 2 തൊട്ട് 6 മാസം വരെ ഉണ്ടാകാം. 6 മാസം വരെ ഉണ്ടാകും. 2 മാസം കഴിയുമ്പോഴേക്കും മാറണം എന്നുള്ളതാണ്. മാറുന്നതിന് എങ്ങനെ മാറുന്നു, ഇതിലേക്കാണ് ഞാൻ പോകുന്നത്. നേരത്തെ ഞാനൊരു സുരക്ഷിതമായ അടിത്തറയെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, വൈകാരിക സുരക്ഷ തേടുന്ന കുഞ്ഞിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. അസന്തോഷത്തിൽ നിന്ന് കരയുമ്പോ, അതായത് വിശന്ന് കരയുമ്പോ പാല് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ടെമ്പറേച്ചർ വ്യത്യാസം, അതായത് ഡയപ്പറൊക്കെ നനഞ്ഞ് ആകെ വിഷമത്തില് മൂത്രമൊഴിച്ചപ്പിട്ടൊക്കെ ഇട്ടിരുന്ന കുഞ്ഞിനെ അതെല്ലാം മാറ്റിയിട്ട് അതിന്റെ ആ ടെമ്പറേച്ചർ വ്യത്യാസത്തില് ദുരിതം അതില്ലാതാക്കുന്നു. പിന്നെ അതിന്റെ വേദന എന്തെങ്കിലും കാരണം കൊണ്ട് അതിന് വേദനിച്ചുണ്ടായിരിക്കും. അതുകൊണ്ട് അതില്ലാതാക്കുന്നു. ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് വീണ്ടും ചിരിക്കും, നല്ല മുഖഭാവം കാണിക്കും. അല്ലെങ്കിൽ കുഞ്ഞ് നല്ല മുഖഭാവം കാണിക്കില്ല. അത് ഒരു മോശം മുഖഭാവത്തിൽ തുടരും. അപ്പോ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ആ അടുപ്പം നല്ല അടുപ്പമായിരിക്കില്ല, മോശം അടുപ്പമായിരിക്കും. അത് തുടർന്ന് തന്നെ പോകും പിന്നീട് അതേ രീതിയിൽ. മറിച്ചൊരു രീതി അമ്മയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അതങ്ങനെ തുടർന്നു പോകും. അതാണ് പറഞ്ഞത്. ഇനി റിഫ്ലക്സിലേക്ക് വീണ്ടും വരാം. ഈ റിഫ്ലക്സ് 2 തൊട്ട് 6 മാസം വരെ ഉണ്ടാകാം. എങ്ങനെയാണ് ഇത് ഇല്ലാതാവുന്നത്? ഈ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഫസ്റ്റ് ഇയറിൽ മാത്രമേ ഭയം തുടങ്ങുന്നുള്ളൂ കുട്ടിക്ക്. അതായത് സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ എത്രയാ? 6 മാസം കഴിഞ്ഞാലാണ് ഭയം തുടങ്ങുന്നത്. അതുവരെ ഭയം എന്നുള്ള വികാരം കുഞ്ഞിനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഭയന്നിട്ടല്ല കുഞ്ഞ് കരയുന്നത്. ക്ലിയർ ആയിരിക്കും വിചാരിക്കുന്നു. പിന്നെ ഈ റിഫ്ലക്സിന് എന്ത് സംഭവിക്കുന്നു? എല്ലാ റിഫ്ലക്സുകളും സാബു സാറ് അറ്റാച്ച്മെന്റ് തിയറി പഠിച്ചിട്ടുണ്ടോ സാബു സാർ? ജനറലായിട്ട് സ്കീമ എന്ന് കേട്ടിട്ടുണ്ടോ? സ്കീമ തെറാപ്പി എന്നൊക്കെ പറയും. സ്കീമ
അതായത് സ്കീമയായിട്ട് ഡെവലപ്പ് ചെയ്യാണ് റിഫ്ലക്സുകൾ. സ്കീമ എന്താണ് സ്കീമ? സ്കീമ എന്ന് പറയുമ്പോ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അറിവിന്റെ ഒരു തലമാണ്. കുഞ്ഞിന്റെ അറിവ് എന്റെ തലങ്ങളിലേക്ക് പോകും. ഈ ജനറ്റിക് അവയർനെസ്, ജനിതക അവബോധം, ജനിതക പ്രതികരണം, അപകടത്തിന്റെ ജനിതക പ്രതികരണമാണ് ഈ റിഫ്ലക്സ്. ഞെട്ടുന്നത്, ഞെട്ടിക്കരയുന്നത്, ഉറക്കക്കരയുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ഒരു സ്കീമ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ തലമാണ്. കുഞ്ഞിന്റെ മനസ്സിലൊരു തലം ഡെവലപ്പ് ചെയ്യുന്നു. അതില് കുഞ്ഞ് മനസ്സിലാക്കി എടുക്കുന്നു ചിലതൊക്കെ. നേരത്തെ പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞില്ലേ, കുഞ്ഞിന്റെ അങ്ങനെ സുരക്ഷിതമായുള്ള സ്ഥലത്താണ് അവിടുന്ന് തിരിച്ചു. അതൊക്കെ ഏകദേശമൊക്കെ അതിലൊക്കെ ശരികൾ ഉണ്ടായിരിക്കാം ജനിതകമായിട്ട്. പക്ഷെ കുഞ്ഞ് അറിഞ്ഞുകൊണ്ടല്ല ഇതെല്ലാം ചെയ്യുന്നത്, അറിയാതെ അവബോധം ഇല്ലാതാണ് കുഞ്ഞ് ചെയ്യുന്നത്. പിന്നെ അവബോധത്തിന്റെ ഒരു തലത്തിലേക്ക് പോകുന്നതാണ് സ്കീമ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ ആ സുരക്ഷിത അടുപ്പത്തിന്റെ അടിത്തറ എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മള്. ആ അടിത്തറയായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും. കുഞ്ഞ് ഞെട്ടിക്കരയുന്ന അവസ്ഥയില് അതിനെ നമ്മള് വീണ്ടും ഒരു ദുരിതം ഫീൽ ചെയ്യുന്നുണ്ട്. അത് ജനറ്റിക് ആണെങ്കിൽ എന്തായാലും അത് കുഞ്ഞിനെ എടുക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. കുഞ്ഞ് ആ വൈകാരിക സുരക്ഷ തേടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. തേടുന്നത് വൈകാരിക സുരക്ഷയാണ്. ആ സമയത്ത് ഒരു സുരക്ഷിതത്വം, നമ്മൾ വൈകാരിക സുരക്ഷിതത്വം അമ്മ കുഞ്ഞിനെ മാറോടടയ്ക്കുന്നു, സമാശ്വസിപ്പിക്കുന്നു. ഇത് ഈ സാഹചര്യം ഇല്ലാതാക്കുന്നു, അല്ലെ? ആ വലിയ ശബ്ദമോ ചലനോ ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഇല്ലാതാക്കുന്നു. ഇങ്ങനെ വരുമ്പോ അവിടെ ഒരു സ്കീമ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആ സ്കീമയിൽ നിന്നാണ് കുഞ്ഞിന്റെ അറിവുകളും ബോധവും വികസിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ റിഫ്ലക്സുകൾക്കും ആ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് റോയ് സാർ ഞാൻ റിഫ്ലക്സിനെ കുറിച്ചിലേക്ക് വീണ്ടും വന്നത്. ഇങ്ങനെയാണ് കുഞ്ഞിന്റെ ബോധം വികസിക്കുന്നത്, കുഞ്ഞിന്റെ അറിവ് വികസിക്കുന്നത് ഈ റിഫ്ലക്സുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എവിടെ നോക്കിയാൽ 2 തൊട്ട് 6 വയസ്സ് വരെയാണ് ഇത് ഉണ്ടാവുള്ളൂ. 6 വയസ്സ് കഴിഞ്ഞ 6 മാസം വരെ, അല്ലെ? 6 മാസം കഴിഞ്ഞാലാണ് ഭയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞു പിടിക്കോ? മനസ്സിലായല്ലോ അല്ലെ? അതിന്റെ മുന്നേ ഭയം കൊന്നിട്ടല്ല, ഒരു റിഫ്ലക്സ്, ഇത്രേ ഉള്ളൂ. അതാണ് ഇതിന്റെ വ്യത്യാസം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ? റോയ് സാർ, ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? എല്ലാ റിഫ്ലക്സുകളുടെയും കാര്യം ഇതാണ്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അത് വെച്ചിട്ട് ഈ റിഫ്ലക്സുകളെല്ലാം ശരിയായ, ഇതിപ്പോ കുറച്ചങ്ങ് വൈകിപ്പോയാലും പ്രശ്നമില്ല. ശരിയായ രീതിയിൽ കുഞ്ഞിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ റിഫ്ലക്സുകളെല്ലാം ആ പറഞ്ഞ സമയത്ത് തന്നെ ഇല്ലാതായിട്ട് സ്കീമ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. മറിച്ച് ഇപ്പോ അറ്റാച്ച്മെന്റ് തിയറിയുടെ അറ്റാച്ച്മെന്റ്, ആ സുരക്ഷിത നമ്മളെ സെക്യൂർ അറ്റാച്ച്മെന്റ് ബോണ്ടിങ്, അതിനൊക്കെ ഞാൻ പറഞ്ഞില്ല. അതിനെപ്പറ്റി വീണ്ടും ഞാൻ പറഞ്ഞല്ലോ. വളരെ വലിയൊരു നല്ല കാര്യമാണത്. നല്ല കുഞ്ഞിനെ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു അമ്മയും കുടുംബവും ഉണ്ടെങ്കിൽ ആ വളരുന്ന കുഞ്ഞിന് ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് ബോണ്ടിങ് ഉണ്ടാവും. അല്ലാത്തവർക്ക് ഇത് ഉണ്ടാവില്ല. ഇനിയിപ്പോ കുടുംബം മോശമായെന്ന് വെച്ചോളൂ, അമ്മ നല്ലതാണെന്ന് വെച്ചോളൂ, അത് മതിയും കുഞ്ഞിന്. ഇനിയിപ്പോ ഭക്ഷണം കുറവാന്ന് വെച്ചോളൂ, സാഹചര്യം, ഭൗതിക സാഹചര്യങ്ങൾ മഹാപാപ്പരാണെന്ന് വെച്ചോളൂ, ഒന്നുമില്ല കുഞ്ഞിന് കൊടുക്കാൻ. എങ്കിലും അമ്മയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് സുരക്ഷിത അടുപ്പക്കാരുണ്ടാവും. അതാണ് നമ്മൾ ആ പരീക്ഷണത്തിൽ കണ്ടത്. ഹാരി ആർലോന്റെ പരീക്ഷണത്തിൽ കണ്ടത് അതാണ്. ഹാരി ആർലോ പരീക്ഷണം നടത്തിയിട്ട്, ബൗൾബി എന്ന ആളാണ് ഈ ശാസ്ത്ര സത്യം മനസ്സിലാക്കിയത്. അതിനെ പിന്തുണച്ചത്, അതിനെ ശക്തമായിട്ട് പിന്തുണച്ചത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ
ആ പരീക്ഷനോട്. ഈ പരീക്ഷണം അതിന്നാണ് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലായത്. അതൊരു സത്യം തന്നെയാണ്. നമുക്കറിയാം, എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കിട്ടിയിട്ടും വളരുന്ന കുഞ്ഞുങ്ങള് വളർന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ, നല്ല മാനസികാവസ്ഥയില്, നല്ല വ്യക്തിത്വത്തില്, അല്ലെ, നല്ല അങ്ങനെ ആവുന്നില്ലല്ലോ. നേരെ മറിച്ച് ഭൗതിക സാഹചര്യങ്ങൾ വളരെ കുറഞ്ഞിട്ടാണെങ്കിലും, പട്ടിണിയും പരിവട്ടവും ഒക്കെ ആണെങ്കിലും, ചില മനുഷ്യര്, അല്ലെ, വളരെ നല്ല രീതിയിൽ ഈ സെക്യൂർ അറ്റാച്ച്മെന്റ് ബോണ്ടിങ്, അല്ലെങ്കിൽ സുരക്ഷിത അടുപ്പത്തിന്റെ അടിത്തറ അമ്മയുടെ ഈ രീതിയിലുള്ള കുഞ്ഞിന് കിട്ടുകയാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകും. അതാണ് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ 3 തരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. അത് കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെയാണോ? ആണോ? എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയാണോ? അല്ല. 2-3 തരത്തില് കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് ഞാൻ വിശദമാക്കാം. അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ കാര്യം, ഞാനിപ്പോ ഈ ക്ലാസ്സിൽ ഇപ്പൊ 1 മണിക്കൂറോളം ഞാൻ എടുത്തു. 8 മണിയായി. 7 മണിക്ക് തുടങ്ങിയിട്ട് 8 മണിയോളം ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത് ഒരു 2 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്നു. കുട്ടികളുടെ വികസനത്തിലെ 2 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്നു. അതിന്റെ പാരന്റിങ്ങും ശിശുപരിചരണം. ഇതില് എങ്ങനെയാണ് ഈ സ്കീമ എന്നൊക്കെ പറഞ്ഞ് ഈ റിഫ്ലക്സ് സ്കീമിലോട്ട് പോകുന്നു, കുഞ്ഞിന്റെ അറിവ് ബോധം വികസിക്കുന്നു, അത് വെച്ചിട്ട് എങ്ങനെ അത് മുന്നോട്ട് പോകുന്നു, ഇതിന്റെ ഈ സംവിധാനം എന്താണ് എന്നതിലേക്ക് ഞാൻ വരാം അടുത്ത ക്ലാസ്സിൽ. അതായത് 2 വയസ്സായ കുഞ്ഞ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിനുണ്ടായിരിക്കും? അത്യാവശ്യം നടക്കാൻ തുടങ്ങും, അല്ലെ, അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങും, അല്ലെ, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞിന്റെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുവിധ ഏകദേശം ഒരു വികസനമായി. പിന്നീട് അങ്ങോട്ട് ടോഡ്ലർ അങ്ങനെയൊക്കെയുള്ള സ്റ്റേജുകളാണ് വരുന്നത്. ടോഡ്ലർ, അതുപോലെ അത് സ്കൂൾ, അത് കാര്യങ്ങളൊക്കെയാണ്. അത് വ്യത്യസ്ത രീതിയിലാണ്. അവിടെയും ഇത് ഈ സുരക്ഷിത അടിത്തറ, ഈ പറഞ്ഞ കാര്യം ജീവിതം ഉടനീളം മനുഷ്യന് ബാധകമാണ്. ഈ കാര്യം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി ഞാൻ നിർത്തിക്കോട്ടെ, 8 മണിയായി. എന്തെങ്കിലും പറഞ്ഞു ഇതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. ഈ സ്ലൈഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാർ പറഞ്ഞ ഒരു പോയിന്റില്ലേ, നമ്മള് മെറ്റൽ കൊണ്ട് ഉണ്ടായ ഹാർഡ് സർഫസ് ഉണ്ടാക്കിയ അമ്മയും സോഫ്റ്റ് സർഫസ് കൊണ്ടുണ്ടായ അമ്മയും, അല്ലെ, ഭക്ഷണം ഹാർഡ് സർഫസ് കൊണ്ടുള്ള അമ്മയിൽ നിന്ന് സ്വീകരിക്കുകയും, എന്നാൽ റെസ്റ്റ് ചെയ്യാൻ എപ്പോഴും അസോസിയേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും സോഫ്റ്റ് അമ്മയുടെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് കാരണമാകുന്ന ആ ഒരു കാരണം ഒന്ന് പറഞ്ഞത് വാത്സല്യം എന്ന് പറഞ്ഞൊരു തലമാണ്, അല്ലെ, വാത്സല്യം, വൈകാരികമായ സുരക്ഷ. അപ്പൊ ഇതെങ്ങനെയാ അത് ഈ പറയുന്ന അമ്മയിൽ നിന്ന്, അല്ലെങ്കിൽ സോഫ്റ്റ് പോസ്റ്ററുള്ള അമ്മയിൽ നിന്ന് അതെങ്ങനെ കിട്ടി എന്നാണ്? അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് സാർ, വെറുതെ ഈ ഭക്ഷണം, പാലും നല്ല സുഭിക്ഷമായ ഭക്ഷണം മറ്റേ അമ്മയുടെ അടുത്തുണ്ട്, അതും കഴിച്ചിട്ട് ഈ മിനുസമുള്ള അമ്മയല്ലേ, അല്ലെ, നമ്മള് സോഫ്റ്റ് അമ്മ, അല്ലെ, സോഫ്റ്റ് അമ്മ നമുക്കാണത്, അത് നമുക്കാണ്, അല്ലെ. ഇപ്പോ ബാബു സാറ് കുഞ്ഞിന്റെ എമ്പത്തറ്റിക്, അല്ലെ, നമ്മൾ അങ്ങനെയൊക്കെയല്ലേ, അനുതാപം, അല്ലെ, ആ കുഞ്ഞിന്റെ ഷൂവിൽ നിന്ന്, അല്ലെ, കുഞ്ഞിന്റെ മനസ്സിന്റെ ആ ലെവലിൽ നിന്ന് ചിന്തിച്ചിട്ട് ആ എമ്പത്തറ്റിക് ആയിട്ട് ചിന്തിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഈ കുഞ്ഞ് എവിടെ നിന്ന് കൊണ്ടുവന്നാണ്? ഞാൻ ഒരു അമ്മയിൽ നിന്ന് അടർത്തി മാറ്റി കൊണ്ടുവന്നാണ്. ശരിയല്ലേ? ക്ലിയർ? തീർച്ചയായും. അവിടെ നിന്നാണ് നമ്മൾ ചിന്ത തുടങ്ങണ്ടേ. മിനുസുള്ള പ്രതലൊന്നും നോക്കണ്ട നമ്മള്, അതല്ല നോക്കേണ്ടത്.
അമ്മയിൽ നിന്ന് അടർത്തി മാറ്റി കൊണ്ടുവന്ന ഒരു കുഞ്ഞിൽ നിന്നാണ് ഈ 2 കുഞ്ഞുങ്ങളിൽ നിന്നാണ് ഈ പരീക്ഷണം നടത്തിയത്. കറക്റ്റ് അല്ലെ? അപ്പോ ഭക്ഷണവും പാലും അല്ലെങ്കിൽ ഭൗതിക സാഹചര്യമാണ് അതിന്റെ പ്രിഫറൻസ് എങ്കിൽ അവിടെ നിൽക്കുമായിരുന്നു കുഞ്ഞ്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, സാഹു സാറിനോട് എനിക്ക് പറയാനുള്ളത്, ആ പരീക്ഷണത്തിന്റെ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ആ കുഞ്ഞുങ്ങൾ അടുത്ത് നിൽക്കുകയല്ല ചെയ്തത്, ക്ലിങ്ങിങ് എന്നാണ് പറഞ്ഞത് അദ്ദേഹം. ക്ലിങ്ങിങ് എന്നുള്ള ക്ലിങ്ങിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്? തൂങ്ങുക, എന്നെ വിട്ടേച്ച് പോകരുതേ, അല്ലെ? അതല്ലേ ക്ലിങ്ങിങ്ങിന്റെ അർത്ഥം. അതായത് അങ്ങനെ ആ രീതിയിലാണ് കുഞ്ഞുങ്ങളെ അറ്റാച്ച് ചെയ്തത്. ക്ലിയർ ആണോ? ക്ലിങ്ങിങ് ചെയ്യാണ് ചെയ്തത്. അതായത് അടിച്ചാൽ പോലും അമ്മയെ, അതല്ലേ കുഞ്ഞിന്റെ സ്വഭാവം. അല്ലാതെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അമ്മ കുഞ്ഞിനെ അടിക്കുന്നു, അപ്പോൾ പോലും ആ കുഞ്ഞ് സാധാരണ വിട്ടുമാറില്ല. വിട്ടുമാറാൻ മാത്രമല്ല, അടിക്കുമ്പോൾ കൂടുതൽ ക്ലിങ് ചെയ്യുക, അതായത് തൂങ്ങും, അമ്മയിലേക്ക് കൂടുതൽ തൂങ്ങും. അങ്ങനെ ക്ലിങ് ചെയ്യായിരുന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ എന്താ മനസ്സിലാക്കേണ്ടത് അവസാനം? അവരുടെ ആ കുഞ്ഞുങ്ങളെ അടർത്തി മാറ്റിക്കൊണ്ടുവന്നാണ്. ആ മനസ്സില് ആ ഒരു സുരക്ഷിത അടിത്തറയുടെ ഇതുണ്ട്, ബോധമുണ്ട്. അത് ഇങ്ങനെയല്ലായിരുന്നു. ക്ലിയർ ആണോ? അപ്പൊ അതിനോട് ഏറ്റവും അടുത്ത സാഹചര്യം വയറും മരം കൊണ്ടുണ്ടാക്കിയ അമ്മയുടെ തലമല്ലായിരുന്നു. അതാ പറയാ, അതിനോട് ഏറ്റവും അടുത്ത സാഹചര്യമുള്ള അമ്മയെ അവര് അമ്മയുടെ രൂപത്തെ അറ്റാച്ച് ചെയ്തു. ആ മിനിസമുള്ള അതില് അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയുള്ളത് വരുമ്പോഴാണ് സുരക്ഷിത. ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഞാൻ അതിനു വേണ്ടിയിട്ട് രണ്ടാമത് സംസാരിച്ചത് കരയുന്ന കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ആ കരയുന്ന കുഞ്ഞിനെ 3 കാര്യം കൊണ്ടാണ് കുഞ്ഞ് കരയുന്നതെന്ന് പറയുന്നു. ആ 3 കാര്യം അഡ്രസ് ചെയ്യുമ്പോഴാണ്, അല്ലെ, അതിന്റെ അസന്തോഷം മാറ്റി സന്തോഷമാവുന്നുള്ളൂ. ആ വൈകാരിക സുരക്ഷ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആദ്യത്തെ അറ്റാച്ച് ചെയ്തിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ ഒരു ഫീല്, അതെല്ലാം കൃത്യമായിട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഒരമ്മയെയാണ് അവർ അക്സെപ്റ്റ് ചെയ്തത്. മറ്റേ മെറ്റീരിയൽ ആയിട്ടുള്ള അതിനേക്കാളും കൂടുതൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു എന്താ പറയുന്നത്, ഇന്റൻസിറ്റി കിട്ടും അവിടെ എന്നുള്ള ഒരു തലത്തിലാണ് അവരുടെ അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ മാത്രമല്ല അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പരീക്ഷണത്തിന്റെ കറക്റ്റ് മീനിങ് കിട്ടില്ലല്ലോ. അതല്ല, ഇങ്ങനെ ഒരു മാനസികാവസ്ഥയാണത്. അതായത് എന്താ പറയാ, ആ സന്തോഷം, ഡിസ്ട്രെസ്, അതുപോലെ സന്തോഷം. ഈ സന്തോഷം കിട്ടുന്ന അവസ്ഥ ഇങ്ങനെ തന്നെയാണ് മനസ്സിന്, അല്ലേ? അതെ. അപ്പൊ ഈ ടച്ച് സെൻസിറ്റീവ്നെസ് എന്ന് പറയുന്നത് അതിനകത്തൊരു പാർട്ടല്ലേ എന്നാ ചോദിച്ചത്. ആണല്ലോ, അതാണല്ലോ ആദ്യത്തെ പരീക്ഷണം പറഞ്ഞത്. ആദ്യത്തെ പരീക്ഷണം പറഞ്ഞല്ലോ അത്. അമ്മയുടെ സ്പർശനം ഇല്ലെങ്കില് കുഞ്ഞ് ജീവിച്ചിരിക്കുന്നില്ല. അതാണ് ആദ്യത്തെ പരീക്ഷണത്തിൽ. മറ്റേണൽ ഡിപ്രൈവേഷൻ. അങ്ങനെ വരുമ്പോ സമയത്ത് കുഞ്ഞിന്റെ സ്പൈനൽ കോഡ് ചുരുങ്ങും. എന്നിട്ട് ഈ പോഷകാഹാരക്കുറവുണ്ടാവുന്ന രോഗങ്ങളുണ്ടാവും, മെരാസ്മസ്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കുഞ്ഞ് ജീവിച്ചിരിക്കില്ല അമ്മയുടെ പരിചരണം ഇല്ലെങ്കിൽ. അതും ഒരു ശാസ്ത്ര സത്യമാണ്, തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യമാണ്. ഈ 2 കാര്യം കൂടി ഒന്നിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സാർ. വേറെ ഇനി പ്രതികരണങ്ങളിലേക്ക് പോവാം. റോയ് സാറും തുടങ്ങാം, അല്ലെ? സാറ് പറഞ്ഞത് നമ്മൾ കുഷ്യനില്ലാത്ത പല കസേരയിലിരിക്കുകയും കുഷ്യനുള്ള കസേരയിൽ ഇരിക്കുമ്പോഴായ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സുഖം, അതുപോലെ ഒരു സുഖം കൊച്ചിന് ഫീൽ ചെയ്യുന്നു. അത് അമ്മയിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നു. ഇല്ലാത്ത ഒരവസരം വന്നപ്പോൾ ഇതിന് കുറേം കൂടി ഒരു സോഫ്റ്റ്നെസ് ഒട്ടി ആഗ്രഹിക്കുന്നു, ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ കൊച്ചങ്ങോട്ട് പോകുന്നത്. അങ്ങനെയല്ലേ സാറേ? അത് അങ്ങനെ ആകുമ്പോ അതും ഉണ്ട് ഇതില്, അതുണ്ട്. പക്ഷെ അത് മാത്രമല്ല ഉള്ളത്. അതായത് നമുക്ക് പറയാം, സാറിന് ഇപ്പോ കുഞ്ഞിന്റെ ആ രീതിയിലോട്ട്, ആ തലത്തിലോട്ട് വീണ്ടും പോകേണ്ടി വരും.
നമ്മളിപ്പോ മുതിർന്ന വ്യക്തിയുടെ തലത്തിൽ നിന്നിട്ടാണ് കുഞ്ഞിനെ വിശകലനം ചെയ്യുന്നത്. ഈ സോഫ്റ്റ്നെസ്, ഒരു സോഫ്റ്റ്നെസ്സിനെ തേടുന്നത് എന്തുകൊണ്ട് കുഞ്ഞാ സോഫ്റ്റ് ആണ്. അതിന് വേദന, അല്ലെ? വേദനിക്കുമ്പോ കുഞ്ഞു കരയെന്ന് പറയും. ഈ സോഫ്റ്റ് അല്ലാത്ത പ്രതലം മുഴുവൻ അതിന് വേദനയാണ്, അല്ലേ? അല്ലേ? നമ്മൾ തൊടുന്നു, കുഞ്ഞിനെ തൊടുന്നു. നമ്മൾ ഇപ്പൊ ഞാൻ റോയ് സാറിനെ തൊടുന്നു, അതില് കുറച്ചൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല. കുറച്ചൊന്ന് പ്രസ് ചെയ്താൽ, അല്ലെങ്കിൽ കുറച്ചൊരു സോഫ്റ്റ് അല്ലാത്ത ടച്ച് ആണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ കുഞ്ഞിനെ സോഫ്റ്റ് അല്ലാത്ത ടച്ച് കൊണ്ട് ചെയ്യുന്ന കുഞ്ഞിന് അത് വേദനയാണ്. ക്ലിയർ ആണോ? അപ്പോ ആ സന്തോഷത്തിൽ നിന്ന് സന്തോഷം ഉണ്ടാക്കാൻ കുഞ്ഞിന് സോഫ്റ്റ് ടച്ച് തന്നെ വേണം. ക്ലിയർ ആണോ റോയ് സാർ? അല്ലാതെ അമ്മ സോഫ്റ്റ് ടച്ച് ചെയ്തതിന്റെ അതിന്റെ ഓർമ്മയൊന്നുമല്ല. ആ സന്തോഷത്തിൽ നിന്ന് സന്തോഷം, ഞാൻ നേരത്തെ അത് വിശദീകരിച്ചത്. ആശയവിനിമയം നടത്തുന്നുണ്ട് കുഞ്ഞ്. രണ്ട് വികാരം കുഞ്ഞ് പ്രകടിപ്പിക്കുന്നുണ്ട്, അസന്തോഷം, സന്തോഷം, പ്ലഷർ ആൻഡ് ഡിസ്പ്ലഷർ, അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഡിസ്പ്ലഷറിൽ നിന്നും, അല്ലെങ്കിൽ ഡിസ്ട്രെസ്, ദുരിതം, അത് ദുരിതം ആണ് അതിന് മനസ്സിലുള്ളത്. അത് തന്നെയാണ് ആ വാക്ക്, ഡിസ്ട്രെസ്. അത് മാറ്റുന്ന ഒരു അടിത്തറ, സുരക്ഷിതത്വം, വൈകാരിക സുരക്ഷിതത്വം അതിന് കിട്ടുമ്പോ അതിലാണ് അതിന്റെ അടിത്തറ പണിയുന്നത്. അതിന്റെ ജീവിതത്തിന്റെ അടിത്തറ, അതിന്റെ വികസനത്തിന്റെ അടിത്തറ, അതിന്റെ ജീവിതത്തിന്റെ അടിത്തറ അത് പണിയണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, അല്ലെ? യെസ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള, അല്ലെ, ഏറ്റവും അടുത്തുള്ള ആ സമയത്ത് ചില നിരീക്ഷണങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ശരിക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണത്. പലരും വളരെ വ്യക്തിപരമായി പഠിച്ച് മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ അതിനെ നമ്മളുടെ രൂപത്തിൽ, സാറ് പറഞ്ഞ പോലെ കുട്ടിയായി മാറണം, കുട്ടിയുടെ കാര്യം അറിയണമെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞിനെ എല്ലാം ഒരു ഭീകരാവസ്ഥയിലാണ് കിടക്കുന്നത്. അതാ പറയുന്നത്. അതിന് ഇപ്പൊ ഒരാളിപ്പോ ഒച്ചയിടാണെങ്കിൽ ചുറ്റും നിന്നിട്ട് ഒരു മുതിർന്ന വ്യക്തി, അത് അച്ഛനും അമ്മയും ആരായാലും, സ്വന്തം അമ്മയാണെങ്കിലും ഉറക്ക ശബ്ദത്തിൽ സംസാരിക്കരുത് കുഞ്ഞിന്റെ മുന്നിൽ എടുത്തു വെച്ചിട്ട്. അങ്ങനെ വരുമ്പോ ഞെട്ടിക്കരയും, റിഫ്ലെക്സ് ആക്ട് ആവും കുഞ്ഞില്. അങ്ങനെ വരുമ്പോ കുഞ്ഞിന്റെ മനസ്സിൽ തോന്നുന്നത് എന്തോ എന്നെ ആരോ കൊല്ലാൻ വരുന്നെന്നുള്ളതാണ്. എന്റെ ജീവൻ അപകടത്തിലാണെന്നുള്ള തോന്നലാണ് കുഞ്ഞിനുണ്ട്. അതാണല്ലോ ഡിസ്ട്രെസ്സിലേക്ക് ആ ജനിതകമായുള്ള റിഫ്ലെക്സ് വരുന്നത്, ജനിതക പ്രതികരണം കുഞ്ഞിലുണ്ടാവുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രീമിക് അതായത് തീവ്രപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കുഞ്ഞിന്റെ മനസ്സിന് ഉണ്ടാവുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ, വിശന്നിട്ട് കരഞ്ഞിട്ട് അതിനെ അഡ്രസ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞു, മണം കുഞ്ഞിനെ അറിയാൻ പറ്റും, മധുരം, പുളിപ്പ്, അതുപോലെ തന്നെ കയ്പ്. ജനിച്ച ആ നിമിഷം തൊട്ട് തന്നെ കുഞ്ഞിനെ അറിയാൻ പറ്റും. നല്ല മണം തിരിച്ചറിയാൻ പറ്റും. സഹിക്കാൻ പറ്റില്ല ടെമ്പറേച്ചർ വ്യത്യാസം, സഹിക്കാൻ പറ്റില്ല വേദന, സഹിക്കാൻ പറ്റില്ല വിശപ്പ്. ഈ മൂന്നും കാര്യങ്ങളെല്ലാം മോശമായുള്ള സാഹചര്യത്തിലാണ് കുഞ്ഞ് കഴിയുന്നെങ്കിൽ അതൊരു ദുരിതം തന്നെയാണ്. ആ ദുരിതത്തിനെ അതേ രീതിയിൽ വെച്ചിട്ട് അഡ്രസ് ചെയ്യാതെ അങ്ങനെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ, അതിന് നേരത്തെ ഞാൻ വളരെ സമയം എടുത്തിട്ട് 1 മണിക്കൂറോളം എടുത്തിട്ട് വിശദമാക്കിയ ആ സുരക്ഷിത അടിത്തറ, ശ്രീകുമാരി മാം പറഞ്ഞ ആ ഇമോഷണൽ സെക്യൂരിറ്റി, അല്ലെ, ആ വൈകാരിക സുരക്ഷ ലഭിക്കില്ല. അത് ആ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം ഉടനീളം ആ രീതിയിലോട്ട്
അങ്ങനെ ആ രീതി തന്നെയായിരിക്കും ആ കുട്ടിയുടെ മനുഷ്യന്റെ ജീവിതം എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അല്ലെങ്കിൽ അവബോധത്തോട് കൂടിയിട്ട് തിരുത്തിയാൽ മാറാം. അവബോധത്തോട് തിരുത്തിയില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം അതേ രീതിയിൽ തന്നെ പോകും. അപ്പോ ഈ കാലഘട്ടം, ഈ കുഞ്ഞിന്റെ ഈ പരിചരണം, പാരന്റിങ്, ഈ 2 വയസ്സ് വരെയൊക്കെ വളരെ 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 പ്രധാനപ്പെട്ടത് വരും. അതാണ് ഇതൊക്കെ അമ്മയ്ക്കാരും പറഞ്ഞു കൊടുത്തിട്ടല്ലല്ലോ. അമ്മ കുട്ടിയുമായുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് അമ്മ മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ലേ അത്. സാർ അതാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കരുത്. കുഞ്ഞിനെ ഇതാരും ഏത് അമ്മയ്ക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒക്കത്തില്ല, പറഞ്ഞു കൊടുക്കുകയില്ല, അതിനുള്ള അവസരവും ഇല്ല. അപ്പോ അമ്മ തന്നെ മനസ്സിലാക്കുന്നതാണ് കുഞ്ഞിന്റെ റിഫ്ലക്സ് ഒക്കെ അനുസരിച്ച് കഴിവതും അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ വൈകാരികമായി ഇത് സാധിക്കാതെ വന്നാൽ അമ്മ ഈ റിഫ്ലക്സ് അനുസരിച്ച് മൂവ് ചെയ്യുന്നു, അത് മൂവ് ചെയ്യാതെ വന്നാൽ കുട്ടി ഇറിറ്റേറ്റഡ് ആവും. ഇറിറ്റേറ്റഡായി കരയാൻ തുടങ്ങും. അപ്പോൾ അമ്മയ്ക്കും ദേഷ്യം വരും. കാരണം അത് കുട്ടിയുടെ തുടർന്നുള്ള ഇതില് വ്യത്യാസം വരാം എന്നാണ് സാറ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? അമ്മയ്ക്ക് ദേഷ്യം വരും. അതായത് അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞിന്റെ ഡിസ്ട്രെസ്, ദുരിതമാണ്. ആ ദുരിതത്തിന് നമ്മൾ ദേഷ്യത്തോട് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഇല്ല അത് തെറ്റായി പ്രതികരിച്ചു കഴിഞ്ഞാല് അപ്പോ കുഞ്ഞിന് സംഭവിക്കുന്നത് ഞാനിവിടെ സുരക്ഷിതമല്ല എന്നുള്ളതാണ്. എനിക്ക് സുരക്ഷിതത്വം ഇല്ലെന്നാണ് കുഞ്ഞ് മനസ്സിലാക്കിയെടുക്കുന്നത്. ആ സുരക്ഷിതമായ അടിത്തറ എനിക്ക് ഇവിടെ ഇല്ല. അപ്പൊ സുരക്ഷിതമായ അടിത്തറ ഡെവലപ്പ് ചെയ്യുന്ന ആ ഘട്ടം, മനുഷ്യനുമായിട്ടുള്ള അടുപ്പത്തിന്റെ ഘട്ടം. ഈ ആദ്യം കുഞ്ഞിനുള്ളത് അമ്മയും അത് പരിചാരകരും മാത്രമാണ്. ഈ ഈ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള സുരക്ഷിതത്വത്തിന്റെ സുരക്ഷയില്ലായ്മ ആയിട്ട് അത് വളർന്നു വരുമ്പോൾ ഫീൽ ചെയ്യും. ഏത് മനുഷ്യരോട് ബന്ധപ്പെടുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് ആ ഫീലിംഗ് വരിക. ഓക്കെ. പിന്നെ ഇപ്പോ സാറ് പറഞ്ഞ കുറച്ചും കൂടി കാര്യങ്ങൾ പറയേണ്ട കാര്യമാണ്. അപ്പോ ഒരു പ്രസവിച്ച അമ്മയുടെ കാര്യം എടുത്തു നോക്കിയാല്, ആ പ്രസവിച്ച അമ്മയ്ക്ക് അത് പ്രകൃതി തന്നെ കൊടുക്കില്ലേ? ശരിയാണ്, പ്രകൃതി കൊടുക്കും. കറക്റ്റ് ഇല്ല എന്നും പറയുന്നില്ല. അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു തുടക്കത്തില്, ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ അങ്ങനെ അതൊക്കെ പറഞ്ഞത്. അതായത് കുഞ്ഞ് ആശയവിനിമയം നടത്തുന്നുണ്ട്, അതിനെ സന്തോഷിപ്പിച്ചാൽ അത് കുഞ്ഞ് അമ്മയുടെ അടുത്ത് ചിരിക്കും, നല്ല മനോഭാവം കാണിക്കും. കരയുമ്പോ ചുണ്ട് വിളിർത്തി കരയുമ്പോ അത് വേദനയായിട്ട് ആ ഫീലിംഗ് അമ്മയിലോട്ട് പോകും. കറക്റ്റ് ആണത്. അപ്പൊ അതൊക്കെ പ്രകൃതി കൊടുത്തിട്ടുണ്ട് അവിടെ രണ്ടും. പക്ഷെ ഇതിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ വന്നുകൂടായിരുന്നില്ല. അതപ്പോ ഞാൻ മനസ്സിലാക്കണം. പ്രസവിച്ച സ്ത്രീക്ക് 2 ദിവസം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അധികം കുറച്ച് വേദനയൊക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വേദന, അത് ദുഃഖം, അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. 2 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ബേബി ബ്ലൂസ് സ്റ്റാർട്ട് ചെയ്യും. ബേബി ബ്ലൂസ് എന്ന് പറയുമ്പോൾ ദേഷ്യം, മൂഡ് സ്വിങ്സ്, അതുപോലെ ആൻസൈറ്റി, പിന്നെ അനാവശ്യമായുള്ള പ്രതികരണം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള മോശം കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇതൊരു 2 ആഴ്ച വരെ നിൽക്കും അമ്മയ്ക്ക്. ഏതമ്മമാരിലും അതുണ്ടാവും ബേബി ബ്ലൂസ്, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞ കാര്യം ഏതമ്മമാരിലും ഉണ്ടാകും. ആ കാലഘട്ടത്തിലൊക്കെ അമ്മമാർക്കും പ്രശ്നങ്ങളുണ്ട്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതും കൂടി മനസ്സിലാക്കണം ഇക്കാര്യത്തില്. അപ്പോ ഈ 2 ആഴ്ച, 2 ദിവസം, 1-2 ദിവസം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു. അതിന്റെ ശേഷം 2 ദിവസം കഴിഞ്ഞാൽ ഇത് എന്തായാലും ഉണ്ടാവും. ഈ 2 ആഴ്ച കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അങ്ങ് മാറുകയും ചെയ്യും. ഇതാണ് അതിന്റെ അവസ്ഥ. അത് ഉണ്ടാവുന്നത് ഇന്നെവിറ്റബിളാ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അവിടെ ഒരു ഹോർമോൺ വ്യതിയാനം നടക്കുന്നുണ്ട്. കുഞ്ഞിനെ ഗർഭം ധരിച്ച ഒരു അമ്മയുടെ ഹോർമോൺ അവസ്ഥയിൽ നിന്നും മുലയൂട്ടുന്ന അമ്മയിലേക്കുള്ള ഒരു ഹോർമോൺ മാറ്റം അവിടെ വരുന്നുണ്ട് അമ്മയില്. ആ ഹോർമോൺ മാറ്റം കൊണ്ടാണ് ഈ ബേബി ബ്ലൂസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് അമ്മയ്ക്ക് ഉണ്ടാവുന്നത്. ഇത് എല്ലാ അമ്മമാരിലും ഉണ്ടാവുന്നുണ്ട്. ആ സമയത്തൊക്കെ അമ്മയെയും പരിചരിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. കുഞ്ഞിനെ മാത്രം പരിചരിച്ചാൽ പോരാ, അമ്മയെയും
മിനിമം ഈ 2 ആഴ്ചയിലെങ്കിലും പരിചരിക്കാത്ത ഒരു കുടുംബം കുഞ്ഞിനെ അറിയുന്ന കുടുംബമല്ല, അമ്മയെ അറിയുന്ന കുഞ്ഞിനെ കുടുംബമല്ല. ആ കുഞ്ഞിന്റെ അമ്മയെ അറിയാതെ കുഞ്ഞിനെ അറിയാൻ പറ്റില്ല എന്നും കൂടി മനസ്സിലാക്കാറുണ്ട്. അപ്പോ അതിലൊക്കെയുള്ള സാഹചര്യം, അതുള്ള കുടുംബങ്ങളിലാണല്ലോ നമ്മുടെ ഈ മനുഷ്യര് വളരുന്നത്. അതിന്റെയൊക്കെ കാര്യങ്ങൾ ഇതാണ്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഇപ്പോ ഇത് ഡിപ്രഷനിലോട്ട് പോവുകയാണെങ്കിൽ, പോസ്റ്റ്മോർട്ടം വേണമെങ്കിൽ ഡിപ്രഷനിലോട്ട് പോകാം. അതിപ്പോ മുന്നേ ഡിപ്രഷൻ ഉള്ള അമ്മമാർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ആ ഡിപ്രഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇതേ ലക്ഷണങ്ങൾ തന്നെ ഇരട്ടിക്കും. 2 ആഴ്ചയിൽ ഇത് മാറിയിട്ടില്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് പോകാം. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് മാറും, ഒരു ചികിത്സ ഒന്നിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ ഡിപ്രഷൻ ഉണ്ടെങ്കിലും അത് അമ്മേനെ നിരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക്. അപ്പൊ അമ്മേനെ ഇതൊക്കെ ജനറ്റിക് ആയിട്ട് നടക്കേണ്ട സാഹചര്യം അല്ലല്ലോ ഇപ്പൊ നമുക്കൊക്കെ ഉള്ളത്. ഇവിടെ ജനറ്റിക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനത്തെ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ ഒരു നല്ല കുടുംബം അല്ലെങ്കിൽ നല്ല വ്യവസ്ഥകൾ കുടുംബത്തിനകത്ത് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എല്ലാം ശരിയുള്ളൂ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യൂ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കുഞ്ഞായി മാസ്റ്റർ പറയും. സാബു സാറേ, പറയും. എനിക്ക് ചെറിയൊരു സംശയം. വൈകാരിക ആവശ്യങ്ങൾ അത് വരുമ്പോഴാണ് കുട്ടി കരച്ചിലും അമ്മയെ അറിയിക്കാനുള്ള വെപ്രാളവും കാണിക്കേണ്ടത്. ഈ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് അമ്മ. അങ്ങനെയാണ് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം വളർന്നു വരുന്നത്. ഇത് ഈ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയാണെങ്കിലും ഇങ്ങനെ ഈ ബന്ധം വളർത്തിയെടുക്കാൻ കഴിയുമോ? ഇന്ന് പല സ്ഥലങ്ങളിലും പ്രസവാനന്തര ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. പ്രസവം കഴിഞ്ഞാൽ അത് പ്രത്യേക കേന്ദ്രങ്ങളിൽ അവിടെ നമ്മൾ ഏൽപ്പിച്ചാൽ കുഞ്ഞിനെയും അമ്മയെയും പരിചരിക്കുന്ന ആളുകൾ, അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അതൊക്കെ അവർ ചെയ്തു കൊടുക്കും. കുട്ടിയെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കുന്ന ആയമാരും നേഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ അവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ 30-40 ദിവസം അവിടെ കഴിഞ്ഞവർ പുറത്തേക്ക് വരും. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ AI യുഗമൊക്കെ വരാൻ പോവാണ് സാർ. അമ്മയെക്കാളും വളരെ സുരക്ഷിതമായി സൂക്ഷ്മമായി ഈ കുട്ടിയെ പരിചരിക്കാനും അതിൻ്റെ എല്ലാ വൈകാരിക വശങ്ങളും എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കി കൊടുക്കുന്ന ഒരു യുഗത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴീ ബന്ധങ്ങളൊക്കെ എങ്ങനെയായിട്ട് മാറും? ഇതിൻ്റെ സ്ഥിതി എന്താണ്? ഭാവിയിൽ ഈ തലമുറ അമ്മ, മകൻ, അച്ഛൻ, കുടുംബം എന്നുള്ളതിൽ നിന്നൊക്കെ പുറത്ത് ചാടി മറ്റൊരു രീതിയിലേക്ക് പോകില്ലേ? എനിക്കൊരു സംശയം തോന്നുകയാണ്. എന്താണ് സാർ ഇതിൻ്റെ ഒരു സാറിന്റെ കാഴ്ചപ്പാട്? സാറിനെ വളരെയധികം ബഹുമാനിക്കുന്നു. വളരെ 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 നല്ലൊരു ചോദ്യമാണ് സാറ് ചോദിച്ചത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ സാർ, ഞാൻ ആദ്യത്തെ ഒരു കഥയല്ലത്, പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം വഴിയാണ് മനുഷ്യന് ഈ സത്യം മനസ്സിലായത്. അതായത് അമ്മയുടെ പരിചരണം ഇല്ലെങ്കിൽ കുഞ്ഞിന് ജീവിക്കാൻ തന്നെ പറ്റില്ല എന്നുള്ളതാണ്. ജീവിക്കാൻ തന്നെ പറ്റില്ല. മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് കൂടിപ്പോയി അമ്മയുടെ പരിചരണം ഇല്ലാത്ത കുട്ടികൾക്ക്. ആദ്യത്തെ പരീക്ഷണം, ആദ്യം പറഞ്ഞ പരീക്ഷണത്തിന്റെ കഥ റൈനസ് സ്പിറ്റ്സ് എന്നുള്ള മനഃശാസ്ത്രജ്ഞനാണ് പരീക്ഷണം നടത്തി. അപ്പോ സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അമ്മയ്ക്ക് പകരം മറ്റൊരാള് കുഴപ്പമൊന്നുമില്ല, അതെങ്കിലും വേണം. അമ്മയ്ക്ക് പകരം മറ്റൊരാള് ആകുന്നില്ല എന്നതിന് പല കാരണങ്ങളും ഉണ്ട്. അത് ഉണ്ടെങ്കിൽ തന്നെ അമ്മയെ പോലെ പരിചരിക്കുന്ന മറ്റൊരാളും കൂടി ഇല്ലെങ്കിൽ, അവരുടെ സ്പർശനം കൂടി ഇല്ലെങ്കിൽ കുഞ്ഞിന് ജീവിക്കാൻ തന്നെ പറ്റില്ല എന്നുള്ളതാണ് റൈനസ് സ്പിറ്റ്സ് കണ്ടെത്തിയത്. ചുരുങ്ങിയത് ആദ്യ കാലഘട്ടങ്ങളിലെങ്കിലും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി സാറ് പറഞ്ഞ AI യുഗത്തിലേക്ക് പോകാം.
AI യുഗം എന്ന് പറഞ്ഞാൽ യന്ത്രയുഗം അല്ലെ? മനുഷ്യനെ യന്ത്രം റീപ്ലേസ് ചെയ്യുന്ന ഒരവസ്ഥ. സാർ എൻ്റെ അടുത്ത് വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. അതിൽ ഞാൻ ഇതിന് കഴിഞ്ഞിട്ട് പറയാം. അപ്പോ AI യുഗത്തില് മനുഷ്യനെ യന്ത്രം റീപ്ലേസ് ചെയ്താൽ ഈ കാര്യങ്ങളില് എന്ത് സംഭവിക്കും? കുഞ്ഞിന്റെ വളർച്ചയില്, കുഞ്ഞിന്റെ വികസനത്തില്, അല്ലെങ്കിൽ മനുഷ്യന്റെ വികസനത്തില്, ജനിച്ച് വീണിട്ട് മരണം വരെയുള്ള കാലയളവിലുള്ള വികസനമാണ് ഈ മനുഷ്യ വികസനം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് എന്ത് സംഭവിക്കും എന്നാണ് സാർ ചോദിച്ചത്. സാർ അതിനാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. ഹാർലി ഹാർലോ എന്ന മനഃശാസ്ത്രത്തിന്റെ പരീക്ഷണത്തിലേക്ക് നമുക്ക് പോകാം. കമ്പി കൊണ്ടുള്ള, അല്ലെങ്കിൽ അതാണ് യന്ത്ര കുഞ്ഞുങ്ങൾ അല്ലെ? അമ്മ പോറ്റമ്മ യന്ത്രം കൊണ്ടുള്ളതാണെങ്കിൽ എല്ലാ സാധനവും കൊടുത്തു കഴിഞ്ഞപ്പോഴും ആ കുഞ്ഞുങ്ങള് അമ്മയാണോ എന്ന് സംശയിക്കെങ്കിലും ചെയ്യാവുന്ന മറ്റൊരു പോറ്റമ്മ, അല്പം മിനുസമുള്ള പ്രതലമാണ് അതിന് എന്ന് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് ക്ലിങ് ചെയ്തു എന്ന് സ്വാമിസാറിനോട് വിശദമാക്കി. അതായത് തൂങ്ങിക്കിടന്നു, അതാരും കെട്ടിപ്പിടിച്ച ആ രീതിയിലോട്ട് പോയി ആ കുഞ്ഞുങ്ങള് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ അതിന്റെ അർത്ഥം ആ റെയിനി സ്പിറ്റ്സ് കണ്ടെത്തിയ ആ സത്യം തന്നെയാണ്. ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. മനുഷ്യനെ AI റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, മനുഷ്യനെ യന്ത്രങ്ങൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ മനുഷ്യവംശങ്ങളെ ഉണ്ടാവില്ല, മനുഷ്യവംശമേ ഉണ്ടാവില്ല എന്ന് 1930കളില് ആ ശാസ്ത്രജ്ഞൻ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അതിൽ ചോദ്യമില്ല. നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സാർ, അപ്പുറം ഒന്നും സാധ്യമല്ല. സാറിന്റെ തുടങ്ങി വെച്ച ആ കാര്യമുണ്ടല്ലോ, വൈകാരികമായിട്ടുള്ള സുരക്ഷ, അതാണ് കുഞ്ഞ് തേടുന്നതെന്ന് നമ്മൾ വളരെയധികം ചർച്ച ചെയ്തിട്ട് അവിടെ എത്തിച്ചേർന്നു. വൈകാരിക സുരക്ഷ, അസന്തോഷത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് എത്തിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പരിചാരകൻ അല്ലെ? അത് എങ്കിലും വേണം. പിന്നീട് സ്പർശനം, അതൊക്കെ അത്യാവശ്യമാണ്. മെറ്റേണൽ അല്ലെങ്കിൽ മെറ്റേണൽ ഡിപ്രൈവേഷൻ സിൻഡ്രോം എന്നുള്ള രോഗമാണ് കുഞ്ഞിനുണ്ടാവുക. അത് മരണത്തിലേക്ക് നയിക്കാൻ ചെയ്യാം. അമ്മ വേണം, അല്ലെങ്കിൽ അമ്മയെ പോലെ മറ്റൊരാൾ വേണം, യാതൊരു സംശയമില്ല. അതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ശ്രീകുമാരി മാം, മാക്സി, മാത്യു തോമസ്, ജോസഫ് സാർ. ഓക്കെ, അപ്പൊ ഇതിന്റെ അടുത്ത സെഷൻ നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം അല്ലേ സാർ? ശ്രീകുമാരി മാം എന്തെങ്കിലും പറയുന്നോ? ഒരു കാര്യം കൂടി പറയട്ടെ. കുഞ്ഞായി മാസ്റ്റർ സാറിന്റെ അടുത്ത് ഞാൻ പറയട്ടെ. ഞാൻ പേര് പറഞ്ഞത് ശരിയല്ലേ? കുഞ്ഞോയി തന്നെയല്ലേ പറയാ സാറേ? അതല്ലേ? കുഞ്ഞോയി മാസ്റ്റർ സാർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സില് ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് അടുത്ത ക്ലാസ്സിലോട്ടോ, ഈ ക്ലാസ്സിൽ എനിക്ക് സമയം കിട്ടിയില്ല, അതിലോട്ട് വരാം സാറേ. അതായത് കുഞ്ഞ് ചില ശരീരഭാഗങ്ങളില് കൂടുതൽ സ്പർശിക്കുന്ന കാര്യങ്ങൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട് സാറേ. അത് ഞാൻ അടുത്ത ക്ലാസ്സിലോട്ടോ, എനിക്ക് സമയം കിട്ടിയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന അക്കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം, അതിന് പ്രൈമറി സർക്കുലർ മോഷൻ എന്ന് പറയാം അല്ലെ? അതാണ്. അതിലേക്ക് നീങ്ങാൻ ഒരു കാരണമുണ്ട്. കുഞ്ഞ് വികസിച്ചു വരികയാണ്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അതെന്താണ് അങ്ങ് സംഭവിക്കുന്നത്, അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഓരോ ഘട്ടത്തിലും ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞു, സുരക്ഷിത അടുപ്പം അല്ലെ, സുരക്ഷിത അടിത്തറ കുഞ്ഞിനുണ്ടാക്കി കൊടുക്കുക, കുഞ്ഞിന്റെ ആവശ്യങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ കുഞ്ഞ് വികസിച്ച് വരുന്ന ഓരോ കാര്യങ്ങളിലേക്കും എങ്ങനെ ബോധം വികസിച്ചു വരുമ്പോ അതിന് ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നമ്മൾ നിവർത്തിച്ച് കൊടുക്കുമ്പോഴാണ് ആ കുഞ്ഞിന്റെ വളർച്ച നന്നാവുള്ളൂ, കുഞ്ഞ് നന്നായി വളരുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതാണ് ഈ 2 വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങളുടെ പാരന്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ അതിലേക്ക് സാറ് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യമാണ്.
പ്രൈമറി സർക്കുലർ ആക്ഷൻ അതാണ് ചെയ്യുന്നത്. അത് റിഫ്ലക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഞാൻ റിഫ്ലക്സിന്റെ കാര്യം പറഞ്ഞു, സ്കീമ എന്നൊക്കെ പറഞ്ഞല്ലോ, ആ ഒരു അവസ്ഥയാണ് കുഞ്ഞിന്റെ. അതിന്റെ ഒരു പർപ്പസ് ഉണ്ട്, അതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് വേറെ സെക്കൻഡറിയിലേക്ക് മാറണം. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അമ്മമാരുടെ അഭിപ്രായം ഒന്നും കേട്ടില്ല. അമ്മമാര് ശ്രീമാരിമാൻ പറയൂ. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. നമുക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും ഇപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ അറിവുകൾ പരിമിതമാണെന്ന് മനസ്സിലായി. സാറിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ആഴ്ചയുള്ള ക്ലാസ്. അതെ, നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ഓരോരുത്തരും മനസ്സിലാക്കാത്ത കാര്യങ്ങളല്ലേ? അതെ, അറിയാത്ത കാര്യങ്ങൾ, പുതിയ അറിവുകൾ നമുക്ക് ലഭിച്ചു. ഇനിയുള്ള അറിവുകൾ കുറച്ചുകൂടെ മനസ്സിലാക്കണമെന്ന്. മാം ഒരു ചെറിയ തിരുത്ത് തരുന്നുണ്ട്. അറിവല്ല പ്രധാനം മാം, പരിചയമാണ്. പരിചയമാണ് ഏറ്റവും പ്രധാനം. അനുഭവമാണല്ലേ? അനുഭവം അല്ല, പരിചയമല്ലേ മാം സാറേ? അനുഭവം ആർക്കും വേണമെങ്കിൽ ഉണ്ടാവാം, പക്ഷെ പരിചയം വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ? നമ്മൾ കുഞ്ഞിനെ വളർത്തിയിട്ടല്ലേ, പ്രസവിച്ച് വളർത്തിയിട്ടുള്ള ഒരു പരിചയം, അതിൽ നിന്ന് നമ്മൾ പലതും മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കാര്യം വരുമ്പോ അതിനാണ് ഏറ്റവും പ്രധാനമുള്ളത്. അതിലൊന്ന് കറക്ഷൻ, അതിലൊരു റീലേൺ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് തിരുത്തി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആവും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനത് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു, എന്നെക്കാളിൽ അറിയുന്നവരാണ് അമ്മമാര്. അവരുടെ പരിചയമാണ് ഏറ്റവും പ്രധാനം. ഇത് ഞാൻ ഈ ഒരു കോഴ്സ് ഇഗ്നോ എന്നെ പഠിപ്പിച്ച കാര്യം മാത്രം പറയാണ് ഇവിടെ. അതിന്റെയൊക്കെ 10 ഇരട്ടി അല്ല 100 ഇരട്ടി വലുതാണ് അമ്മമാരുടെ പരിചയം. അതിലേക്ക് ഒരു ഇത് കുറച്ചും കൂടി ഒന്ന് ഗുണം ചെയ്യുമെങ്കിൽ നല്ലത് എന്നാണ് എന്റെ ഉദ്ദേശം. ഓക്കെ സർ, അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. See you and good night. Thank you, sir. Thank you. See you next week. Okay, thank you.